അസ്സലാമു അലൈക്കും. അമ്മൊന്ന് കോയാക്കയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖുർആനും ഹദീസും എടുത്തുദ്ധരിച്ച് അമ്പകുന്ന് കോയക്കയുടെ സന്ദേശം. ഇബ്ലീസിന്റെ വിജയം ബിദ്അത്തിലൂടെയും ശിർക്കിലൂടെയും. എല്ലാ സഹോദരങ്ങളോടും പൊതുവെയുള്ള ഇഷ്ടം നമ്മുടെ ഈമാന്റെ വലിയൊരു ഭാഗമാണ്. ചുരുക്കത്തിൽ സംഘടന നേതാക്കളായാലും സമുദായ നേതാക്കളായാലും ഏതെങ്കിലും സംഘടനയുടെയോ മറ്റോ പേര് പറഞ്ഞു സ്ത്രീകളെ തെരുവിലിറക്കരുത് എന്നാണ് സംഘടന നേതാക്കന്മാരോടും മത നേതാക്കന്മാരോടും പറയാനുള്ളത്. അത് ശക്തി പ്രകടനമോ മതസമ്മേളനമോ എന്തുമാകട്ടെ, ആദ്യമൊക്കെ മതം പഠിപ്പിക്കാനെന്ന് പറഞ്ഞാണ് മതസംഘടനകൾ സ്ത്രീകളെ പുറത്തിറക്കുക. പിന്നെ അത് സംഘടനാ പ്രവർത്തനത്തിലേക്കും കോഡ് വർക്കിലേക്കും നീങ്ങും. വീണ്ടും അത് സ്ത്രീയെ വീട്ടിൽ കിട്ടാത്ത വിധം തിരക്കിലാക്കുകയും ചെയ്യും. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ, ഇസ്ലാമിക സംസ്കാരം, വിവിധ സാഹചര്യങ്ങളിൽ അനുവദിക്കാവുന്ന ഇളവുകൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചു മതിയായ വിവരമില്ലാതെ എപ്പോഴൊക്കെ എന്തിനൊക്കെ പുറത്തിറങ്ങാമെന്ന് അവരെ തല്ലി പഠിപ്പിക്കാനും ആരും പോകേണ്ടതില്ല. അതും വിപരീത ഫലം ചെയ്യും. അവർക്കും ബുദ്ധിയും വിവേകവും അറിവും തന്റേടവുമുണ്ട്. അവസരോചിതം അവർ തന്നെ തീരുമാനമെടുത്തുകൊള്ളും. അതിനുവേണ്ട മതപരമായ അറിവും ചിട്ടയും സംസ്കാരവും സ്ത്രീ പുറത്തു പോകുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, സൂക്ഷിക്കാൻ ആവശ്യമായ ജാഗ്രതയും തന്റേടവും അവരെ ചെറുപ്പത്തിലെ കൃത്യമായി പഠിപ്പിക്കണമെന്ന് മാത്രം. അപ്പോൾ നമ്മേക്കാൾ ഉത്സാഹത്തോടെയും ഇസ്ലാമികമായ വെടിപ്പോടെയും അവർ ശരിയായ തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യും, ഇൻഷാ അല്ലാഹ്. എന്നാൽ ചിലർ ഭൗതിക ജീവിതം അതിന്റെ സുഖാഡംബരങ്ങളും സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും സഹിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് പ്രത്യക്ഷത്തിൽ ചില പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്നാൽ 4 കെട്ടലും മുത്തലാഖും, ആണിൽ പകുതി പെണ്ണിന് അനന്തരാവകാശം നൽകലും പെണ്ണിനെ പർദ്ദക്കുള്ളിലേക്ക് തുരത്തലുമാണെന്ന ധാരണയാണ് ചിലർക്കുമുള്ളത്. ഇതെല്ലാം മതത്തിന്റെ ഏറ്റവും അവസാനമായുള്ള പരിപൂർണമാക്കലിന്റെ ഭാഗങ്ങളാണ്. ഒരു മുസ്ലിമിന് ഇതെല്ലാം നല്ല മനസ്സോടെ ഉൾക്കൊള്ളാനാവണമെങ്കിൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ ഇസ്ലാമികമായ ആദർശാടിത്തറകൾ ആദ്യം ഭദ്രമാക്കേണ്ടതുണ്ട്. മതാധ്യാപകന്റെ തല്ലും പേടിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിളി പറയും പോലെ കുട്ടി യാന്ത്രികമായി ചൊല്ലി പഠിച്ചത് കൊണ്ട് മാത്രം ഇത് സാധ്യമാകില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച ശരിയായ ബോധത്തിൽ നിന്നാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാകുന്നത്. അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ നിന്നാണ് റസൂലിനോടുള്ള ഇഷ്ടം ഉണ്ടാകുന്നത്. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടത്തിൽ നിന്നാണ് ഇസ്ലാമിനോടുള്ള ഇഷ്ടമുണ്ടാകുന്നത്. ഈ 3 കാര്യങ്ങളോടുമുള്ള ഇഷ്ടത്തിൽ നിന്നാണ് ഇസ്ലാമിക സംസ്കാരത്തോടും പെരുമാറ്റ മര്യാദകളോടും അതിന്റെ ധാർമ്മികവും സാമൂഹികവുമായ നിയമങ്ങളോടുമുള്ള ഇഷ്ടമുണ്ടാകുന്നത്. ഇതൊന്നും പുറത്തു നിന്നും ഉണ്ടാവുന്ന കാര്യങ്ങളല്ല. കുട്ടിക്കാലം മുതൽക്കേ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ പഠിപ്പിച്ചു കൊടുത്ത് കുട്ടികളുടെ ഹൃദയത്തിനുള്ളിൽ നട്ടുപിടിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഇസ്ലാമിനെ സ്വയം ഉൾക്കൊണ്ട് അതിന്റെ ചിട്ടയിൽ വളർന്ന ഒരു കുട്ടിയിൽ നിന്നും ഇസ്ലാമിന് അനുയോജ്യമല്ലാത്തത് ഇന്ന് കേൾക്കുന്ന വിധം ഇത്തരം പിഴച്ച പ്രതികരണങ്ങളൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ലിബാസു തഖ്വയുടെയും ഖൈറുസാദി തഖ്വയുടെയും മതത്തിൽ അവരെ എത്തിക്കാൻ നമ്മുടെ മതാധ്യാപകർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തം. അപ്പോഴേ അവർക്ക് ഇസ്ലാമിക നിയമ വ്യവസ്ഥകൾ വിവരിക്കുന്ന ഈ ശുദ്ധങ്ങളുടെ എല്ലാം അന്തസാരം സ്വമേധയാ ഉൾക്കൊള്ളാനാവുകയുള്ളൂ. ലിബാസു തഖ്വ എന്നാൽ ഭക്തിയുടെ വസ്ത്രമെന്ന് ഏകദേശം വിവർത്തനം ചെയ്യാം. നഗ്നത മറക്കണമെന്ന ബോധം ധാർമ്മിക ബോധത്തിൽ നിന്നുണ്ടാവേണ്ടതാണ്, അല്ലാതെ സൗന്ദര്യത്തിൽ നിന്നുണ്ടാവേണ്ടതല്ല. മാത്രമല്ല അതുപോലെ ഖൈറുസാദി തഖ്വ എന്ന് പറഞ്ഞാൽ നാം ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കേണ്ട അള്ളാഹുവിനെ സംബന്ധിച്ച ചിന്തയാണ്. അവനോടുള്ള ഇഷ്ടവും അവൻ നമ്മോട് അനിഷ്ടം തോന്നുമോ എന്ന ഭയപ്പാടും
അവന്റെ അപാരമായ കാരുണ്യത്തെ സംബന്ധിച്ച പ്രതീക്ഷയും നമ്മുടെ ജീവിതത്തിന് നൽകുന്ന സൂക്ഷ്മതാ ബോധമാണ് തഖ്വ. നബി താങ്കളുടെ ഭാര്യമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും തങ്ങളുടെ മേൽവസ്ത്രങ്ങളിൽ നിന്ന് ഒരു ഭാഗം അവരുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അതാണ് അവർ തിരിച്ചറിയപ്പെടാൻ ഏറ്റവും എളുപ്പമായത്. അപ്പോൾ ശല്യം ചെയ്യപ്പെടുകയില്ല. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനും തന്നെയാണ്. സൂറത്തുൽ അഹ്സാബ് 59. ഇതുപോലെ വീടിനകത്തും പാലിക്കേണ്ടതായ ചില പെരുമാറ്റ മര്യാദകൾ ഉണ്ട്. ഇനി നിങ്ങളിലുള്ള കുട്ടികൾ പ്രായം തികഞ്ഞാൽ അവരുടെ മുമ്പുള്ളവർ അഥവാ മുതിർന്നവർ സമ്മതം ചോദിക്കുന്നത് പോലെ അവരും പ്രവേശനാനുമതി ചോദിക്കണം. ഇപ്രകാരം അല്ലാഹു നിങ്ങൾക്ക് തന്റെ വചനങ്ങൾ വിവരിച്ചു തരുന്നു. അല്ലാഹു സർവജ്ഞനും സർവജ്ഞനുമാകുന്നു. സൂറത്തുൻ നൂർ 59. മുസ്ലിം സ്ത്രീകളുടെ മാന്യത സംരക്ഷിക്കുന്നതിനാവശ്യമായ ചില നിർദ്ദേശങ്ങൾ ചില അവർക്ക് നൽകിയിട്ടുണ്ട്. മുസ്ലിം അല്ലാത്ത മറ്റു സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നതിൽ തികച്ചും വ്യത്യസ്തമായ ഒരു വസ്ത്രധാരണ രീതിയാണ് മുസ്ലിം സ്ത്രീകൾക്കുള്ളത്. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുകാർ അഹ്ലുബൈത്ത് ഇത് കർശനമായും സ്വീകരിക്കേണ്ടവരാണ്. അവരെ പിൻപറ്റുന്ന മറ്റു വിശ്വാസികളായ സ്ത്രീകൾ അവരെ മാതൃകയാക്കേണ്ടവരാണല്ലോ. വീട്ടിലായിരിക്കുമ്പോൾ ധരിക്കാറുള്ള തുണിയും കുപ്പായവും മക്കനയും അടങ്ങുന്ന വസ്ത്രത്തിനുമേൽ അവർ പുറത്തിറങ്ങുമ്പോൾ ശരീരം മുഴുവനും മറക്കുന്ന ഒരു വസ്ത്രം ധരിച്ചിരിക്കണം. ആ വേഷം കൊണ്ട് തന്നെ അവർ മുസ്ലിം സ്ത്രീകളാണെന്ന് ബോധ്യമാകും. ഹൃദയശുദ്ധിയില്ലാത്ത ചില പുരുഷന്മാർ അന്യ സ്ത്രീകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്ന ഓരോ സത്യവിശ്വാസികളായ സ്ത്രീകൾക്കും സുരക്ഷിതമാണെന്ന ബോധം അവരവർക്ക് മനസ്സിലുണ്ടാകും. സത്യവിശ്വാസികളായ സ്ത്രീകൾക്ക് അള്ളാഹു അവന്റെ അനുഗ്രഹക്കാവൽ നൽകും. അതുകൊണ്ടാണ് അള്ളാഹുവിനും റസൂലിനും വിശ്വസിക്കുന്ന സ്ത്രീകൾ ദേഹം മുഴുവനും മറക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഹസ്രത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹലോകം മുഴുവനും വിഭവങ്ങളാണ്. ഈ വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് സദ്വൃത്തയായ സ്ത്രീയാകുന്നു മുസ്ലിം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും പരലോകത്തെയും ഏറ്റവും വലിയ അനുഗ്രഹം സദ്വൃത്തനായ പുരുഷനെ ഭർത്താവായി ലഭിക്കുക എന്നതാണ്. സാധാരണയായുള്ള അവളുടെ ആരാധനകൾക്കൊപ്പം അയാളുടെ തൃപ്തിയും മാത്രം മതി അവൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഹസ്രത്ത് അംർ ഇബ്നുൽ അഹ്വസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. വിടവാങ്ങൽ ഹജ്ജത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം കേൾക്കുകയുണ്ടായി. അല്ലാഹുവിനെ സ്തുതിക്കുകയും കീർത്തിക്കുകയും ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്ത ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിയുക, സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ ഉപദേശിക്കുന്ന കാര്യങ്ങൾ നന്നായി നടപ്പാക്കണം. അവർ നിങ്ങളുടെ ഇണകളാണ്, അടിമകളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ മേൽ മറ്റൊരധികാരവും നിങ്ങൾക്കില്ല. അവർ വ്യക്തമായ നീചവൃത്തി ചെയ്താലല്ലാതെ. അതിന് മുമ്പ് മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു എനിക്ക് നരകം കാണിച്ചു തന്നപ്പോൾ അതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണെന്ന് കണ്ടു. അവർ നന്ദിയില്ലാത്തവരായതാണ് കാരണം. സ്ത്രീകൾ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുമോ എന്ന് അനുയായികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അവർ സ്വന്തം ഭർത്താക്കന്മാരുടെ ഔദാര്യത്തെ നിഷേധിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഒരു സ്ത്രീക്ക് നന്മ ചെയ്താലും ഒരിക്കൽ അവളുടെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ മതി. അവൾ പറയും, നിങ്ങൾ ഇതുവരെ ഒരു നന്മയും എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ലെന്ന്. അറിയുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോടും നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളോടും ചില ബാധ്യതകളുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് നിങ്ങളുടെ വീടുകളിൽ പ്രവേശനം നൽകാതിരിക്കുക. നിങ്ങളുടെ വിരിപ്പിൽ അന്യരെ ചവിട്ടാൻ അനുവദിക്കാതിരിക്കുക. അതാണ് അവർക്ക് നിങ്ങളോടുള്ള ബാധ്യത. കുരുമുതി. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും തങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കണം. അനുവദനീയമായരെ നോക്കാവൂ. അനുവദനീയമല്ലാത്ത കാര്യങ്ങളിലേക്ക് അവരും നോക്കരുത്. അറിയാതെ നോക്കിപ്പോയാൽ ഉടനെ കണ്ണുകൾ പിൻവലിക്കണം. അതുപോലെ ഇരുകൂട്ടരും എന്ന നേന്ദ്രിയങ്ങളെ പാപങ്ങൾ പറ്റാതെ സൂക്ഷിക്കുകയും വേണം. സ്ത്രീകളും പുരുഷന്മാരും
ഒരുപോലെ ഈ നിർദ്ദേശങ്ങൾ പ്രായോഗികമാക്കിയാൽ സമൂഹം ധാർമ്മികമായി സംശുദ്ധവും സുരക്ഷിതവുമായി തങ്ങളുടെ സൗന്ദര്യത്തിൽ നിന്ന് പ്രത്യക്ഷമായത് മാത്രമേ സ്ത്രീകൾ പ്രകടമാക്കാൻ പാടുള്ളൂ. ശരീരം, വസ്ത്രം, ആഭരണം ഇവയെല്ലാം സൗന്ദര്യം എന്നതിന്റെ പരിധിയിൽപ്പെടുന്നു. പ്രത്യക്ഷ സൗന്ദര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേൽവസ്ത്രങ്ങളാണ്. മുഖവും മുൻകൈകളും കഴുത്തും മാറിടങ്ങളും നല്ലതുപോലെ മറക്കണം. സ്ത്രീകൾ ശരീരം മുഴുവനും മറക്കുന്ന മേൽത്തട്ടം ധരിക്കണമെന്ന് അൽ അഹ്സാബ് സൂറയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അല്ലാഹുവിനെ ഭയമില്ലാതെ അവന്റെ നിയമവിധി വ്യവസ്ഥകൾ മാനിച്ചും മാനിക്കാതെയും ജീവിതം നയിക്കുന്നവർക്ക് ഹിജാബ് കൊണ്ട് എന്ത് പുണ്യം കിട്ടാനാണ്? അവർ വെറുതെ ക്ലേശം സഹിച്ചിട്ട് എന്താണ് കാര്യം? ഇതാണ് ഖുർആന്റെ അടിസ്ഥാനപരമായ ചോദ്യം. അപ്പോൾ അല്ലാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനനുസരിച്ചും അന്ത്യദിനത്തെ ഭയപ്പെട്ടും ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിയും തഖ്വയിൽ മുന്നേറാൻ പരിശ്രമിക്കുക. അപ്പോൾ തഖ്വയാണ് പ്രധാനം. ഇഹലോക ജീവിതം ഇതാ ഓടി ഓടി പോകുന്നു, അന്ത്യനാളിതാ അടുത്തടുത്ത് വരുന്നു. ഇസ്ലാം കൊണ്ട് മുസ്ലിമായി ജനിച്ച എല്ലാവർക്കും ഉപകാരമുണ്ടായി എന്ന് വരില്ല. അത് തഖ്വയുള്ളവരുടെ മാത്രം മതമാണ്. ഹിജാബും ധന്യതയും സുഹൃതും അഥവാ സുഖപരിത്യാഗം മനസ്സിലാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോഴേ അത് പുറത്തും രക്ഷപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനെല്ലാം നിർബന്ധിക്കുന്നവരുടെ സാന്നിധ്യം ഇല്ലാതാവുമ്പോൾ ഇല്ലാതെ തഖ്വയില്ലാത്തവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അതിവ്രത എന്നതിലെ വ്രതത്തെ കുറിച്ച് ചിന്തിക്കുക. എന്താണ് വ്രതം? അത്യുത്തമമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തനിക്ക് വളരെ ഇഷ്ടമായ പാനീയവും ഭക്ഷണവും ശാരീരിക സമ്പർക്കവും ഒഴിവാക്കുന്നതിനാണല്ലോ വ്രതം എന്ന് പറയുന്നത്. ഈ വ്രതം എളുപ്പമാകണമെങ്കിൽ അതിലേക്ക് പ്രേരിപ്പിച്ച അത്യുത്തമമായ ലക്ഷ്യത്തെ കുറിച്ചുള്ള മികച്ച ബോധം വേണം. അപ്പോഴേ ഇവിടെ പറയുന്ന ഈ ശുക്തങ്ങളുടെ പ്രാധാന്യവും ശരീഅത്തും ഹിജാബുമെല്ലാം അവർക്ക് ഉൾക്കൊള്ളാനാവുകയുള്ളൂ. സത്യവിശ്വാസിനികളെ, അനാവശ്യമായി പുറത്തിറങ്ങാതെ നിങ്ങൾ സ്വന്തം വീടുകളിൽ കഴിയുക. പഴയ അജ്ഞാത കാലത്തെ സൗന്ദര്യ പ്രദർശനം പോലെ നിങ്ങൾ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്. നിങ്ങൾ നമസ്കാരം നിർവഹിക്കുകയും സകാത്ത് കൊടുക്കുകയും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ ദൂതരെയും അനുസരിക്കുകയും ചെയ്യുകയും. സൂറത്തുൽ അഹ്സാബ് 33. അല്ലാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനെ അനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളായ സ്ത്രീകൾ പരമാവധി തങ്ങളുടെ വീടുകളിൽ തന്നെ ഒതുങ്ങിക്കഴിയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ അവർ പുറത്തു പോകില്ല. പുറത്തു പോകുമ്പോൾ അജ്ഞാത കാലത്തെ സ്ത്രീകൾ ചെയ്തിരുന്നത് പോലെ സൗന്ദര്യ പ്രദർശനം അവർ നടത്തുകയുമില്ല. അല്ലെങ്കിൽ അത് സമൂഹത്തിൽ പല വിധേനയുള്ള വിനകൾക്കും ഇടയാകും. പുരുഷന്മാരെ പോലെ തന്നെ അവരും അവരോട് കൽപ്പിച്ചതുപോലെ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സകാത്ത് കൊടുത്ത് വീട്ടുകയും അല്ലാഹുവിനെയും റസൂലിനെയും യഥാവിധി അനുസരിക്കുകയും വേണം. അല്ലാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനെ അനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജീവിതം പാപമുക്തമാകുവാനും ശാരീരികവും മാനസികവും ധാർമ്മികവുമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അത് അനിവാര്യമാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ മതത്തിന്റെയും ധർമ്മത്തിന്റെയും നിയന്ത്രണങ്ങൾ ഭേദിക്കുകയും തോന്നിയതുപോലെ ജീവിതം നയിക്കാൻ തുടങ്ങുകയും ചെയ്താൽ സമൂഹം നാശഘട്ടത്തിൽ അകപ്പെട്ടു പോകും. അല്ലാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും ജീവിക്കുന്ന സത്യവിശ്വാസികൾക്കാണ് ഇസ്ലാം ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സത്യവിശ്വാസികളോട് അന്യ സ്ത്രീകളെ കാണുമ്പോൾ തങ്ങളുടെ കണ്ണുകൾ താഴ്ത്താനും ജനനേന്ദ്രിയങ്ങൾ സൂക്ഷിക്കാനും താങ്കൾ പറയുക. അതാണ് അവർക്ക് ഏറ്റവും ഉത്തമം. അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെ. സൂറത്തുൻ നൂർ 30. സമൂഹത്തിന്റെ ധാർമ്മികമായ ഭദ്രതയും സുസ്ഥിരതയും കാത്തു രക്ഷിക്കാൻ ആവശ്യമായ ഒരു കാര്യത്തിലേക്കാണ് ഇവിടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. ആണായാലും പെണ്ണായാലും അനുവദനീയമല്ലാത്തത് നോക്കാതിരിക്കുക. പ്രഥമ നോട്ടത്തിൽ തനിക്ക് അനുവദനീയമല്ലാത്തതാണെന്ന്
ബോധ്യമായാൽ ഉടനെ നോട്ടം പിൻവലിക്കുക. ഇതാണ് ദൃഷ്ടികൾ താഴ്ത്തുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിഹിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നാണ് ജനനേന്ദ്രിയങ്ങൾ സൂക്ഷിക്കുക എന്നത് കൊണ്ടുള്ള ഉദ്ദേശം. ഈ രണ്ട് നിർദ്ദേശങ്ങളും നടപ്പാക്കിയാൽ തന്നെ സമൂഹം ധാർമ്മികമായി ഏറെക്കുറെ സുരക്ഷിതമാകും. ഇവ പാലിക്കപ്പെടാതിരുന്നാൽ സമൂഹത്തിൽ പലവിധ തിന്മകളും ദുഷ്പ്രവൃത്തികളും പ്രചരിക്കും. സത്യവിശ്വാസിനികളോടും അന്യപുരുഷന്മാരെ കാണുമ്പോൾ തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്താനും ജനനേന്ദ്രിയങ്ങൾ സൂക്ഷിക്കാനും തങ്ങളുടെ സൗന്ദര്യത്തിൽ നിന്നും പ്രത്യക്ഷമായതല്ലാതെ വെളിപ്പെടാതെ സൂക്ഷിക്കാനും പറയുക. സൂറത്ത് നൂർ 31. വിവാഹ ജീവിതം ആഗ്രഹിക്കാത്ത വിധം വൃദ്ധകളായിത്തീർന്ന സ്ത്രീകൾ അവരുടെ പർദ്ദ പോലുള്ള മേൽ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുന്നതിൽ കുറ്റമൊന്നുമില്ല. പക്ഷേ അലങ്കാരങ്ങൾ അവർ വെളിപ്പെടുത്തരുത്. യാത്രയിലും മറ്റും പർദ്ദ പോലുള്ള മേൽ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കാതിരിക്കലാണ് അവർക്കും ഉത്തമം. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സൂറത്ത് നൂർ 60. വിവാഹപ്രായം കഴിഞ്ഞ വൃദ്ധ സ്ത്രീകൾക്ക് ശരീരം മുഴുവനും മറക്കുന്ന തരത്തിലുള്ള പർദ്ദ പോലുള്ള മേൽ വസ്ത്രങ്ങൾ അണിയണമെന്നില്ല. മുഖവും മുൻകൈയും തുറന്നിട്ട് അവർക്ക് പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടാം. എങ്കിലും അലങ്കാരം പ്രകടിപ്പിച്ച് അണിഞ്ഞൊരുങ്ങി അവർ പൊതുരംഗത്തിറങ്ങാൻ പാടില്ല. അപ്പോൾ പർദ്ദ പോലുള്ള മേൽ വസ്ത്രങ്ങൾ അണിയുന്നത് തന്നെയാണ് അവർക്കും ഉത്തമം. കാലത്തെയും ചരിത്രത്തെയും അതിന്റെ ഗതിക്ക് വിടുക. മതമെന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് സമാധാനം തരുന്ന മനുഷ്യ ജീവിതത്തിന് അർത്ഥവും ചൈതന്യവും നൽകുന്ന ആത്മാവും മരണാന്തര ജീവിതത്തിലേക്കുള്ള നീക്കിയിരിപ്പുമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം നമ്മെ അവന്റെ എല്ലാ സൃഷ്ടികളോടുമുള്ള സ്നേഹത്തിലേക്കും കൃപയിലേക്കും നയിക്കുന്നു. നബി എന്റെ അടിമകളോട് ഞാൻ പറഞ്ഞതായി പറയുക, സ്വയം അക്രമം കാണിച്ചിട്ടുള്ള എന്റെ ദാസന്മാരെ അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. അല്ലാഹു പാപങ്ങൾ മുഴുവനും പൊറുത്തു കൊടുക്കും. അവൻ തന്നെയാണ് ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനും. സൂറത്ത് സുമർ 53. ഇത്രയും വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടും നിങ്ങൾ അജ്ഞതയിലും അനുകരണത്തിലും അകപ്പെട്ട് വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും ഇതിന്റെ സത്യാവസ്ഥ അടുത്തു തന്നെ നിങ്ങൾ അറിയുന്നതാണ്. സൂറത്ത് സ്വാദ് 88. അല്ലാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ അനുസരിക്കാതെ ധിക്കരിച്ചു ജീവിക്കുന്ന ഒരു ജനതയെ ഒരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന് നശിപ്പിക്കുകയല്ല അല്ലാഹു ചെയ്യുക. അവർക്ക് വേണ്ടത്ര സാവകാശം കൊടുക്കും, തെറ്റ് തിരുത്താൻ അവസരം നൽകും. അവർ എത്തുമ്പോൾ നശിപ്പിക്കുകയും ചെയ്യും. ഇതാണ് അല്ലാഹുവിന്റെ നടപടിക്രമം. ഒരു പ്രദേശത്തുകാരെയും അശ്രദ്ധരായിരിക്കെ അക്രമമായി താങ്കളുടെ നാഥൻ നശിപ്പിക്കുകയില്ല എന്നത് കൊണ്ടാണ് അഥവാ ഖുർആൻ മുഖേന മുന്നറിയിപ്പ് നൽകുന്നത്. സൂറത്തുൽ അൻആം 131. ഓരോരുത്തർക്കും പരിശുദ്ധ ദീനിന്റെ നന്മയിലേക്ക് നയിക്കുന്ന അറിവുകൾ തേടുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ അറിവുകൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും എല്ലായ്പ്പോഴും പരക്കെ തുറന്നു വെച്ചിരിക്കുകയാണ്. എല്ലാ നന്മയെ കുറിച്ചും എല്ലാ തിന്മയെ കുറിച്ചുമുള്ള വിവരങ്ങൾ ഇന്ന് അനായാസം ലഭ്യമാണ്. അതിനാൽ നെല്ലും പതിരും സത്യവും അസത്യവും യഥാർത്ഥ്യവും മിത്തും തിരിച്ചറിയേണ്ട ബാധ്യത അവ ഉപയോഗിക്കുന്ന അതാത് വ്യക്തികൾക്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് സാധ്യമാകുക എന്ന ചോദ്യം ന്യായമാണ്. സത്യാസത്യ വിവേചനത്തിന് കുറുക്കുവഴികളൊന്നുമില്ല. അത് കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട കഴിവാണ്. എന്നാൽ സത്യന്വേഷിയായി പുറപ്പെടുന്നയാൾക്ക് അല്ലാഹു സത്യത്തിലേക്കുള്ള വഴി അഥവാ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്ന് ഹദീസിലുണ്ട്. സത്യം ഒന്ന് മാത്രമാണ്, അസത്യം അനേകവും. സത്യവിശ്വാസികളെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന നിങ്ങൾ സദാ ജാഗ്രതയോടെ ഇരിക്കുകയും. സൂറത്തുൽ നിസാ 71. ആ സമ്മേളന നാളിലേക്ക് അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തെ ഓർക്കുകയും. സൂറത്തുൽ തഖാബൂൻ 9. അതുകൊണ്ട് ആളിക്കത്തുന്ന നരകത്തെ കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സൂറത്തുൽ ലൈൽ 14. സത്യത്തെ അസത്യമായി നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യരുത്. സൂറത്തുൽ ബഖറ 42. ലുക്മാൻ തന്റെ മകനെ
ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞ സന്ദർഭം, എന്റെ പ്രിയ മകനെ, നീ അള്ളാഹുവോട് പങ്കു ചേർക്കരുത്. തീർച്ചയായും പങ്കു ചേർക്കുക എന്നത് മഹാ അക്രമമാകുന്നു. സൂറത്തുൽ ലുഖ്മാൻ 13. വലിയ തത്വജ്ഞാനിയായ ലുഖ്മാനുൽ ഹക്കീം തന്റെ വാത്സല്യ നിധിയായ പ്രിയ മകന് നൽകിയ അനേകം തരോപദേശങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അദ്ദേഹത്തിന്റെ പരിശ്രമത്തെ ഉയർത്തിക്കാട്ടുന്നു. എന്റെ പ്രിയ മകനെ, അള്ളാഹു തിരുപ്പതിപ്പെടാത്ത ശിർക്കിന്റെ വഴി നിന്നിൽ നിന്ന് വന്നു പോകരുതെന്നാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഉപദേശം. അതിൽ പ്രധാനമായ ഒരു കാര്യത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ലുഖ്മാനുൽ ഹക്കീം തന്റെ പ്രിയ മകനെ ഉണർത്തിയത്. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അക്രമമാണ് തന്റെ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയും ഏകനുമായ അള്ളാഹുവോട് അവന്റെ സൃഷ്ടികളിൽ ആരെങ്കിലും അവന് പകരമായി പങ്കു ചേർക്കുക എന്നത്. ഈ പാപം ചെയ്യുന്ന വ്യക്തിക്ക് മറ്റെന്ത് ഗുണമുണ്ടായാലും കാര്യമില്ല. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവോട് പങ്കു ചേർക്കരുത് എന്നാണ് ലുഖ്മാനുൽ ഹക്കീം തന്റെ പ്രിയ പുത്രനെ ഉപദേശിക്കുന്നത്. കർമ്മങ്ങളുടെ ഫലം പറ്റേ നഷ്ടമായവരെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? സൂറത്തുൽ കഹ്ഫ് 103. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന തന്റെ അതേ വിശ്വാസത്തിൽ പഠിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന തന്റെ മകനോട് അവന്റെ ബാപ്പയായ ലുഖ്മാനുൽ ഹക്കീം ശിർക്കിനെ കുറിച്ച് ഇത്രയും ഗൗരവമായി ഉപദേശിക്കാൻ കാരണമെന്ത്? അള്ളാഹുവിലും അന്തരിനത്തിലും വിശ്വസിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികൾ അവരവരുടെ ഇഹത്തിലും പരത്തിലുമുള്ള ഓരോ ആവശ്യങ്ങൾക്കും അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്നതിനും അഭയം തേടുന്നതിനും പകരം ഇസ്ലാം അനുവദിക്കാത്ത വിധം അള്ളാഹുവിന്റെ മറ്റു ദാസന്മാരോട് പരിധി വിട്ട് സ്നേഹവും അനുകരണവുമായി അവരവരുടെ ഇഹലോക ആവശ്യങ്ങൾക്കും പരലോക ആവശ്യങ്ങൾക്കുമായി അദൃശ്യ കാര്യങ്ങൾക്കും മറ്റും പരമേൽപ്പിക്കുന്നതിലൂടെയും അഭയം തേടുന്നതിലൂടെയും ശിർക്കിന്റെ മറ്റൊരു രൂപമായ ശിർക്കുൽ അസ്ഗറിലൂടെ ഇബ്ലീസും അവന്റെ സംഘവും സന്തോഷത്തോടെ ആ വിഭാഗത്തെ കൂട്ടമായി നരകത്തിലേക്ക് അടുപ്പിക്കുന്നു. ജനങ്ങൾ തങ്ങളുടെ ഖബറുകളിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം അവരിൽ നിന്ന് ഒരു കാര്യവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അറിയുകയില്ല. ഇന്ന് ആർക്കാണ് അധികാരം? ഏകനും സർവാധിപതിയുമായ അള്ളാഹുവിന് തന്നെ. സൂറത്തുൽ മുഅ്മിൻ 16. അതുകൊണ്ട് ശുപാർശക്കാരുടെ ശുപാർശ അവർക്ക് ഗുണം ചെയ്യുകയില്ല. സൂറത്തുൽ മുദസ്സിർ 74. അതായത് ഐഹിക ജീവിതത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പിഴച്ചു പോയിട്ടുള്ളവർ തങ്ങൾ നല്ലതാണ് ചെയ്യുന്നതെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫ് 104. ലുഖ്മാനുൽ ഹക്കീം തന്റെ സ്വന്തം മകന് കുറെ സരോപദേശങ്ങൾ നൽകിയപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ പരിശ്രമത്തെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിൽ അള്ളാഹുവിനും അവന്റെ പ്രവാചകനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയും മനസ്സിലാക്കണം, അള്ളാഹു ഔദാര്യമായി നൽകുന്ന വായുവും വെള്ളവും ഭക്ഷണവും മറ്റും ഓരോ സെക്കൻഡിലും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അക്രമമാണ് ശിർക്ക് എന്നത്. തീർച്ചയായും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിനും പരത്തിനും പരമാധികാരിയും ഏകനുമായ അള്ളാഹുവോട് അവന്റെ സൃഷ്ടികളിൽ ആരെയെങ്കിലും അള്ളാഹുവിന് പകരമായി അവന്റെ പങ്കാളികളായി കൽപ്പിക്കുന്നത് വലിയ ഉൽമ് അഥവാ അക്രമം തന്നെയാണ്. അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മനുഷ്യ ശരീരത്തെ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നത് പോലെയും അവനോട് അഭയം തേടുന്നത് പോലെയും നിർജീവമായ സൃഷ്ടികൾക്ക് മുമ്പിൽ ബലമേൽപ്പിക്കുകയും അവയോട് അഭയം തേടുകയും ചെയ്യുക എന്നത് ആ ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്. സത്യത്തിൽ വിശ്വസിക്കുകയും വിശ്വാസത്തോടെ സ്ഥിതിക്ക് കൂട്ടിച്ചേർക്കാതിരിക്കുകയും ചെയ്തവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ നേർമാർഗം പ്രാപിച്ചവരുമാകുന്നു. സൂറത്തുൽ അൻആം 82. അല്ലാഹുവിൽ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. ഈ ശുദ്ധം അവതരിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ അതിൽ ദുഃഖിതരായി. നമ്മിൽ ആരാണ് അവന്റെ വിശ്വാസത്തെ മുൻപുമായി കൂട്ടി കലർത്താത്തത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതല്ല അതിന്റെ അർത്ഥം ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്റെ മകനെ, നീ അള്ളാഹുവിന്റെ പങ്കാളികളെ കൽപ്പിക്കരുത്. തീർച്ചയായും അങ്ങനെ പങ്കാളികളെ കൽപ്പിക്കുന്നത് വലിയ ഉൽമി അഥവാ അക്രമം തന്നെയാണ്. മുസ്ലിം സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹു തൃപ്തിപ്പെടുന്ന വിധം അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നതിലും
അവയെ തേടുന്നതിനും പകരം അവന്റെ മറ്റു അടിമകളോട് അവൻ തിരുത്തലിപ്പെടാത്ത വിധം ഫലമേൽപ്പിക്കുന്നതിനും അവയെ തേടുന്നതിനും ആര് കൽപ്പിച്ചാലും അനുസരിക്കാൻ പാടില്ല. അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളാണ് അനുസരിക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ളവർ. അവരെ സംബന്ധിച്ചു അള്ളാഹു പറയുന്നു, എന്നാൽ നിനക്ക് ഒരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോട് അള്ളാഹുവിന്റെ ഗുണത്തിലോ സത്തയിലോ ദാത്തിലോ അധികാരത്തിലോ മറ്റോ അവന്റെ ഏതു കാര്യത്തിലും പങ്കുകാരെയും കഴിവുകാരെയും ചേർത്തുകൊണ്ട് നീ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ ഇരുവരും നിന്നെ നിർബന്ധിക്കുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത്. യഥാർത്ഥ ഔലിയാക്കളും മശായിഖന്മാരും ഇമാമുമാരുമെല്ലാം അവരുടെ ജീവിതകാലത്ത് നിരന്തരമായും ശക്തമായും ബിദ്അത്തിനെയും ശിർക്കിനെയും എതിർത്ത് പോരുകയും തടയുകയും ചെയ്തിരുന്നു. ഇന്ന് സമുദായത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാരും പാമരന്മാരും ഭൗതികതയുടെ പ്രസരിപ്പിൽ സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ഹറാമും ഹലാലും ഗൗനിച്ചും ഗൗനിക്കാതെയും ആത്മീയതയുടെ മറവിൽ സ്ഥാനമാനങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി പരിശുദ്ധതയിൽ പ്രസാദാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇബ്ലീസിന്റെ കെണിയിൽപ്പെട്ട് യഥാർത്ഥ വലിയ ആരാണെന്നോ വ്യാജ വലിയ ആരാണെന്നോ യഥാർത്ഥ സത്യം മാത്രം പറയുന്ന പണ്ഡിതൻ ആരാണെന്നോ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നു. ഇന്ന് സത്യം മാത്രം പറയുന്ന പണ്ഡിതൻ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അത്രമാത്രം സമുദായത്തിൽ മായം ചേർന്നിരിക്കുന്നു. ഇതിന്റെ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ എല്ലാവരും ഉത്തരവാദിയാണ്. വിശ്വാസി സമൂഹങ്ങൾ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരായാലും അല്ലാഹു നിർബന്ധമാക്കിയ നിസ്കാരങ്ങളും മറ്റു നിർബന്ധ കർമ്മങ്ങളും അനുഷ്ഠിച്ചും ക്ഷമിച്ചും ചില സന്ദർഭങ്ങളിൽ അതികഠിനമായി ക്ഷമിച്ചും കൃത്യനിഷ്ഠതയോടെ പാലിക്കുന്നവർക്കും സുന്നത്ത് നിസ്കാരങ്ങളും മറ്റു സുന്നത്തുകളും അധികരിപ്പിക്കുന്നവർക്കും അല്ലാഹുവിന്റെ തിരുപ്പതിയിൽ നിന്ന് അകന്നു പോകുന്ന സകല ബിദ്അത്തുകളിൽ നിന്നും ശിർക്കിൽ നിന്നും സംരക്ഷണം നൽകുന്ന അല്ലാഹുവിന്റെ ഔദാര്യമായ കാവൽ അവരിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധ നിസ്കാരങ്ങളിൽ സുന്നത്തുകളുടെ നിർവഹണത്തിലും കൃത്യനിഷ്ഠയില്ലാതെയും ദഹവയിൽ കുറവ് വരുത്തിയും സംഘടന എന്ന പേര് പറഞ്ഞു രാത്രിയും പകലും പ്രവർത്തിക്കുന്നവരുടെ കൂടെ എല്ലായ്പ്പോഴും ഇബ്ലീസും അവന്റെ സംഘവും അവരുടെ ഭൗതിക സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സന്തോഷവാന്മാരായി ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വലിയ ഔലിയാ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അല്ലാഹുവിന്റെ റസൂലിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മുർസലീങ്ങളെക്കാൾ എത്രയോ കുറഞ്ഞവരാണ് അമ്പിയാക്കൾ, അവരെക്കാളും എത്രയോ കുറഞ്ഞവരാണ് സിദ്ദീഖുകൾ, അവരെക്കാളും എത്രയോ കുറഞ്ഞവരാണ് ഔലിയാക്കൾ. എല്ലാ സിദ്ദീഖുകളും ഔലിയായി ആണ്, എന്നാൽ എല്ലാ ഔലിയാവും സിദ്ദീഖുകളല്ല. അവരുടെ എല്ലാ പദവികളിലെ ഏറ്റക്കുറവുകൾ എത്രത്തോളം എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഇത് കൂടാതെ വേറെയും പദവികൾ ഉണ്ടായിരിക്കാം. ഉദാഹരണമായി ലുഖ്മാനുൽ ഹക്കീം എന്നാണല്ലോ ലുഖ്മാനുൽ അലൈഹിസ്സലാം അറിയപ്പെടുന്നത്. മറ്റൊന്ന് ഖളിർ നബി അലൈഹിസ്സലാമിന്റെയും പദവിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഏതൊരു ഔലിയാവും നമ്മുടെ പ്രാർത്ഥനകൾ ആഗ്രഹമുള്ളവർ തന്നെയാണ്. ദുനിയാവിൽ ഏതാനും അത്ഭുതങ്ങൾ കാണിച്ചത് കൊണ്ടോ കുറെ ആളുകൾ ഔലിയായി എന്ന് ചിലരെ വിളിച്ചത് കൊണ്ടോ മാത്രം ആരും ഔലിയായി ആവില്ല. അല്ലാഹു തനിക്ക് പ്രിയപ്പെട്ടവരായി പ്രത്യേകം തിരഞ്ഞെടുത്തവർ മാത്രമാണ് ഔലിയാവ്. അത് ആരൊക്കെ എന്നറിയാൻ ദുനിയാവിൽ ഒരു വഴിയുമില്ല. അല്ലാഹു പ്രത്യേകമായി അറിയിച്ചു തന്നാലൊഴികെ മറ്റൊരു വസ്തുത ആരാണ് ഔലിയായി എന്ന് നമുക്കറിയില്ല എന്നതാണ് ആ സത്യം. അത് പരിപൂർണമായി വ്യക്തമാക്കുക പരലോകത്ത് മാത്രമാണ്. ഇപ്പോൾ കുറെ ആളുകൾ വലിയാണെന്ന് പറയപ്പെടുന്ന ഒരാൾ മറ്റൊരാൾ വലിയാണെന്ന് വെളിപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒരാൾ കൊണ്ടുവന്ന അവകാശവാദം എങ്ങനെയാണ് നാം മുഖവിലക്കെടുക്കുക? ഇന്നത്തെ പണ്ഡിതന്മാർ എന്താണ് ധരിച്ചു വെച്ചത്? അഖില ലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഏകനുമായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് അവന്റെ വലി എന്നത് ദുനിയാവിൽ മാജിക്ക് കാണിക്കാനുള്ള ഒരു ഇന്ദ്രജാല വിരുദ്ധമാണെന്നാണോ കരുതുന്നത്? കഷ്ടം. അള്ളാഹുവിന്റെ ഔലിയായി ആരും തന്നെ താൻ വലിയ ആണെന്ന് അവകാശപ്പെടാറില്ല. വ്യാജ വലിയാക്കളെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി
അയാൾ സ്വയം വലിയാണെന്ന് വാദിക്കുകയും അത്തരം അവകാശവാദങ്ങളോടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. 10,999 പേരും ഈ പരീക്ഷണത്തിൽ പരാജയപ്പെടും. അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും കരസ്ഥമാക്കണമെങ്കിൽ അത് ഔലിയായിലൂടെയല്ല, അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ പൂർണ്ണമായി അനുസരിക്കുകയും അവൻ നിരോധിച്ചത് പൂർണ്ണമായി വർജിക്കുകയും ചെയ്തുകൊണ്ട് അവന്റെ പൊരുത്തവും തൃപ്തിയും കരസ്ഥമാക്കണമെന്ന ബോധത്തോടെയുള്ള ആരാധനയിലൂടെ മാത്രമാണ് സാധ്യമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും താബിഈങ്ങളും മറ്റും നമ്മെ പഠിപ്പിച്ചതും നമുക്ക് കാണിച്ചു തന്നതും നിർബന്ധ നിസ്കാരങ്ങളും മറ്റു നിർബന്ധ കർമ്മങ്ങളും കൃത്യനിഷ്ഠതയോടെ പാലിക്കുകയും സുന്നത്ത് നിസ്കാരങ്ങളും മറ്റു സുന്നത്തുകളും ദിക്റുകളും വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ നിയമവിധി വിലക്കുകൾ മാനിച്ചുകൊണ്ട് അവരിലേക്ക് അടുക്കാനാണ്. അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ നിർവഹിക്കുക എന്നത് പരമപ്രധാനമാണ്. സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിനോടുള്ള നമ്മുടെ അടുപ്പത്തെയും ഇഷ്ടത്തെയും അവങ്കിൽ നിന്നുള്ള പ്രതിഫല കാഴ്ചയെയും സൂചിപ്പിക്കാം. വരവ് നമുക്ക് നിർബന്ധമാണ്. സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് നമുക്ക് അള്ളാഹുവിങ്കലുള്ള അനുഗ്രഹ പദവികൾ നിശ്ചയിക്കപ്പെടുക. മാത്രമല്ല വരവ് നമസ്കാരങ്ങളും വരവ് നോമ്പുകളും നിർവഹിച്ചതിനുള്ള വീഴ്ചകൾ പരിഹരിക്കുവാൻ അവ രണ്ടിന്റെയും സുന്നത്തുകളിലൂടെ കഴിയുന്നു. നിങ്ങൾ വിലായത്തോ ആത്മീയതയോ അള്ളാഹുവിനോടുള്ള അടുപ്പമോ തേടി ഫിക്റും ശുക്റും ഇല്ലാതെ പല മഖാമുകളിലും സിയാറത്ത് യാത്ര ചെയ്തത് കൊണ്ട് അള്ളാഹുമായുള്ള അടുപ്പം വർദ്ധിക്കുകയില്ല. ഇന്ന് ആത്മീയ കേന്ദ്രങ്ങൾ ഭൗതിക സമ്പാദ കേന്ദ്രങ്ങളായി മാറിയപ്പോൾ നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടേക്കായിരിക്കും അള്ളാഹു നിങ്ങളെ തെളിക്കുക. മറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞ് ഇവിടെ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് നേരെ അള്ളാഹു തൃപ്തിപ്പെടുന്ന അവന്റെ സന്മാർഗത്തിലേക്ക് തിരിയുക. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ ഇരുലോക നന്മയിലേക്കുള്ള വഴികാട്ടിയാവും. വിലായത്ത് ആർക്കൊക്കെ നൽകണമെന്ന് അള്ളാഹു നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. തീർച്ചയായും അർഹതയുള്ളവർ തന്നെയാണ് അത് ലഭിക്കുക. അള്ളാഹുവിന്റെ ദീൻ എത്ര സുതാര്യവും സുവിക്തവും സുന്ദരവുമാണ്. പിശാചിന് ഏതെങ്കിലും രൂപത്തിൽ കടന്നു വരാനോ സ്വാധീനം ചെലുത്താനോ ഒന്നും സാധ്യമാകാത്ത രൂപത്തിൽ പള്ളുകൾ അടച്ചുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ ദീൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കാനും അവന്റെ തൃപ്തി കരസ്ഥമാക്കാനും സ്വീകരിക്കേണ്ട മാർഗം ഏവർക്കും അവന്റെ ഖുർആൻ വചനങ്ങളിലൂടെ തന്നെ അവൻ ബോധ്യപ്പെടുത്തി തരുന്നു. അള്ളാഹുവിലേക്ക് അടുക്കാൻ ലക്ഷ്യം വെക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് തൗബ അഥവാ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്ന കാര്യമാണെന്ന് ഖുർആൻ സൂറത്തുൽ തൗബയിലെ 112 വചനത്തിലൂടെ വ്യക്തമാക്കുന്നു. മഹാന്മാരുടെ മഖബറകൾ ഇന്ന് സാമ്പത്തിക പുരോഗമനം ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു സംരംഭമായി കണ്ടുകൊണ്ട് അതിന്റെ ആളുകൾ പ്രവർത്തിച്ചു വരുന്നതിനാൽ അവിടേക്ക് കൂടുതൽ ആളുകൾ വരാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും വേണ്ടി ഉള്ളതും ഇല്ലാത്തതുമായ അത്ഭുത കഥകൾ പരസ്യമായും രഹസ്യമായും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നിരന്തരം ആളുകൾ വന്നിറങ്ങുന്ന തീർത്ഥാടന കേന്ദ്രമായി അവ മാറുന്നു. കൂടുതലായും നിസ്കാരമോ മറ്റു ദീനി ജീവിത സൂക്ഷ്മതകളോ ഒന്നുമില്ലാത്ത ധാരാളം ആളുകളാണ് അവിടേക്ക് വരുന്നത്. പിന്നീട് അവർ അവരുടെ സ്വന്തം നിലയിൽ ആ മഹാനെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ പല കരാമത്തുകളും അത്ഭുത കഥകളും പോരിശകളും പറഞ്ഞ് പരത്തുന്നു. പല മഖബറകളിലും സ്ഥിരം വരുന്ന ചിലരോട് നിങ്ങൾക്ക് അള്ളാഹുവിനെ ആണോ വേണ്ടത് അതോ ആ മഹാനെയാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി പറയാൻ മനസ്സ് സമ്മതിക്കാത്ത വിധം അള്ളാഹുവിനെ വിട്ട് പല മഹാന്മാരിൽ ആകൃഷ്ടരായി ജീവിക്കുന്നവരെയും കൂട്ടത്തിൽ കാണാം. എന്തെല്ലാം കെണികളാണ് മഖബറകൾ എന്ന ഈ ഒരു മേഖലയിൽ ഇബ്ലീസ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് ഊഹിക്കാൻ പോലും സാധ്യമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആണെന്ന് പറഞ്ഞ് അവരുടെ ഉള്ളതും ഇല്ലാത്തതുമായ പല കരാമത്തുകളും അത്ഭുത കഥകളും പോരിശകളും പറയുന്ന സദസ്സുകളിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ഉണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുക. ആളുകൾ ചില സന്ദർഭങ്ങൾ
ഇബ്ലീസിന്റെ കെണിയിൽ അകപ്പെടുന്നത് അവർ മനസ്സിലാക്കുകയും അപ്പോൾ അവർ കോപിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് ചില പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയ ചില വ്യക്തികളെ കുറിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആണെന്ന് പറഞ്ഞ് അവരുടെ ഉള്ളതും ഇല്ലാത്തതുമായ പല കറാമത്തുകളും അത്ഭുത കലകളും പല പോലീസുകളും പറഞ്ഞ് അഭിമാനിക്കുകയും അതിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്നു. ഇബ്ലീസും അവന്റെ സംഘങ്ങളും അതിലേറെ സന്തോഷവാന്മാരായിരിക്കും. അള്ളാഹുവിനെയും പ്രവാചകനെയും യഥാവിധി അംഗീകരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യാത്തവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്ന അത്ഭുത കഥകളും മറ്റും അതേപടി അനുകരിക്കുകയാണോ, അറിവ് കുറഞ്ഞവർക്ക് ഇവ പകർത്തി കൊടുക്കുകയാണോ അറിവുള്ളവർ ചെയ്യുന്നത്? പല മഖബറകളിലും നിരന്തരം സിയാറത്തുമായി നടക്കുന്ന പലരിലും ആ മഹാന്മാർ എന്തോ ചിലത് തനിക്ക് നൽകുമെന്നും അത് കിട്ടിയാൽ താനും വലിയ മഹാൻ ആകുമെന്നും ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്നും ധരിച്ചു വെച്ചവരുമുണ്ട്. എനിക്ക് ആ മഖബറയിൽ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞ് അതിനനുസൃതമായി വേഷം ധരിച്ച് ചികിത്സ നടത്തുന്നവരും, എനിക്ക് ഈ മഖബറയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് അതിനനുസൃതമായി വേഷം ധരിച്ചു ചികിത്സ നടത്തുന്നവരും ഞാൻ മഹാന്മാരുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുന്നു എന്ന ധാരണയിൽ നടക്കുന്നവരുമുണ്ട്. എളുപ്പ വഴിയിൽ ഇരുലോകവും നേടണം എന്ന് ധരിച്ചുപോയ പാവങ്ങളാണ് അവർ. മഖബറയിൽ അന്ത്യവിസർജനം കൊള്ളുന്ന മഹാന്മാരായ ആളുകൾ അള്ളാഹു തിരുപ്പതിപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരാണെങ്കിൽ അവർ നിരന്തരം അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾക്ക് അനുസൃതമായി ക്ഷമിച്ചും അതികഠിനമായി ക്ഷമിച്ചും യഹ്വയിലൂടെ നേടിയെടുത്ത സ്ഥാനമാനങ്ങളാണ് അവയെന്നും അവർ അതിനു സ്വീകരിച്ച മാർഗങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് അവലംബിക്കുകയാണ് എളുപ്പമാർഗമെന്നും തിരിച്ചറിയുമ്പോഴേക്കും കാലം അനേകം പിന്നിട്ടു പോകുന്നു. എന്നാൽ ലോകത്ത് ഒരു വിഭാഗം പണ്ഡിതന്മാർ ഭൗതികതയുടെ പ്രസരിപ്പിലും സ്ഥാനമാനങ്ങളിലും അഭിനന്ദിക്കാത്തവരും ഒരു സംഘടനയിലും അടിമത്തം സ്വീകരിക്കാത്തവരും സർവജ്ഞനും ഏകനുമായ അള്ളാഹു തിരുപ്പതിപ്പെട്ടു നൽകുന്നതിൽ ക്ഷമിച്ചുകൊണ്ട് പല നാടുകളിലും പല ഗ്രാമങ്ങളിലും പല പള്ളികളിലും പല മദ്രസകളിലും പരിമിതമായ വേതനത്തിൽ സേവനം ചെയ്തു ജീവിതം തള്ളി നീക്കുന്നവരുമായി ഉണ്ടാകും. അവർ പരിശുദ്ധ ദീനിന്റെ തളർച്ചയിൽ അങ്ങേയറ്റം വേദനിക്കുന്നവരും സർവ്വതും അള്ളാഹുവിൽ അർപ്പിക്കുന്നവരും തങ്ങളുടെ കഴിവനുസരിച്ച് ആളുകളെ സത്യദീനിലേക്ക് ഉപദേശിക്കുന്നവരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മറ്റും സത്യദീനിന്റെ തളർച്ചയെ ഓർത്ത് ദുഃഖിതരായി കണ്ണീർ വാരി അള്ളാഹുവിനോട് ദുആയിരക്കുന്നവരുമാണ്. പിശാച് അവരെയും ഭൗതിക മോഹങ്ങൾ നൽകി നിരന്തരം സമീപിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഒരു കാരുണ്യവാനായ അള്ളാഹുവിന്റെ സഹായം തേടുകയും അവർക്ക് അള്ളാഹു സഹായം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ. മതം പഠിച്ചവരായിട്ടും ഇന്ന് ഇബ്ലീസിന്റെ കെണിയിൽപ്പെട്ടു പേച്ചുപോയ ധാരാളം മനുഷ്യരെ കുറിച്ച് നാം കേൾക്കുന്നുണ്ട്. എന്നാൽ ആത്മാർത്ഥതയോടെ പരിശുദ്ധ ദീനിൽ ഗഹനമായി പര്യാലോചന നടത്തുന്നവർക്കേ അതിന്റെ യാഥാർത്ഥ്യം ബോധ്യമാകൂ. അള്ളാഹുവിന്റെ സത്യമാർഗത്തിലേക്കുള്ള വിളി ഞെരുങ്ങി ഞെരുങ്ങി ക്രമേണ നിശബ്ദമാകുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ അനുവദിച്ചവരും പണ്ഡിതന്മാരും പാമരന്മാരുമായ വലിയൊരു വിഭാഗം മുസ്ലിം സമൂഹം ഹറാമും ഹലാലും കവനിച്ചും കവനിക്കാതെയും അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകളും പ്രവാചകരുടെ വാക്കുകളും ചര്യകളും മാനിച്ചും മാനിക്കാതെയും ദീനുൽ ഇസ്ലാമിന്റെ പേർ പറഞ്ഞു പല പല സംഘങ്ങളായി ഭൗതികതയിൽ മുഴുകി അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ പരാജയപ്പെടാൻ ഇടയാക്കിയവരുമായ ഒരു സമൂഹം എങ്ങനെയാണ് വിധികളല്ലാതാവുക? അള്ളാഹുവിനെ സൂക്ഷിക്കാതെയും അവന്റെ റസൂലിനെ അനുസരിക്കാതെയും അന്ത്യനാളിനെ ഭയപ്പെടാതെയും ജീവിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഏറ്റവും വലിയ അസ്തവിധികൾ. ആർക്കും ഒട്ടും ഇതിൽ മനസ്താപം തോന്നുക പോലും ചെയ്യാത്ത കാലം പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം പരമസന്തോഷത്തിലാണ്. അവർ സ്കൂളുകളായും കോളേജുകളായും മറ്റും പല വിധേനയുള്ള സ്ഥാപനങ്ങളായും സൗകര്യങ്ങളായും വിതക്കുകയും നൂറുമേനി കൊയ്യുകയും ചെയ്യുന്ന നല്ല വളക്കൂറുള്ള കെളിയായും സമുദായം മാറിയിരിക്കുന്നു.
അതിനായി ഇബ്ലീസും അവന്റെ സംഘങ്ങളും രാത്രിയും പകലുമായി ആത്മാർത്ഥതയോടെയുള്ള പരിശ്രമത്താൽ മതങ്ങളുടെ വിവിധ സംഘടനകൾ അതിനു വേണ്ടി മനുഷ്യരെ പാകപ്പെടുത്തുന്നു. അതിനായി അല്ലാഹുവിന്റെ നിയമവിധി വിലക്കുകൾക്ക് ഒരു പ്രസക്തിയും ഇല്ലാത്ത ലോകത്തെയാണ് ഇബ്ലീസ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇബ്ലീസ് കൂട്ടുപിടിച്ചിരിക്കുന്നുവോ? എന്നാൽ ഇബ്ലീസ് അവന്റെ ചെയ്തികൾ പ്രേരിപ്പിക്കുന്നതിനോട് പ്രതികരിക്കണോ വേണ്ടയോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള പ്രായോഗിക സ്വാതന്ത്ര്യവും അതോടൊപ്പം പാലിക്കേണ്ട ആദർശപരമായ വിലക്കും എല്ലായ്പ്പോഴും മനുഷ്യരോടൊപ്പമുണ്ട്. അതിനാൽ ഇബ്ലീസ് പ്രേരിപ്പിക്കുന്നത് ചെയ്തികൾ തിരഞ്ഞെടുത്തെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഓരോരുത്തരുടെ ആശയം തന്നെയാണ്. മതനിയമവിധി വിലക്കുകൾ മൂല്യമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുന്നത് തെറ്റോ അനീതിയോ ആയി നാം കാണുന്നില്ല. അല്ലാഹുവിനും അന്ത്യദിനത്തിലും ഭയപ്പെടുന്ന വിശ്വാസി സമൂഹം ഇനിയൊരു കടുത്ത പരീക്ഷണം വരുന്നതിന് മുമ്പ് ഐക്യത്തോടെ സമൂഹത്തെ ഒരുമിപ്പിച്ചു സംഘടന വേർതിരിവില്ലാതെ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി പരീക്ഷയിൽ നിന്നും അനീതിയിൽ നിന്നും അധാർമികമായ എല്ലാ വേദികളിൽ നിന്നും ചെയ്തികളിൽ നിന്നും വിട്ടുനിന്ന് ഒറ്റക്കെട്ടായി അല്ലാഹു തിരുപ്പതിപ്പെടുന്ന നന്മയിലൂടെ സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോയാൽ അവർക്ക് ഇഹലോകവും പരലോകവും വിജയം തന്നെ. അല്ലാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾക്കനുസൃതമായും അവന്റെ റസൂലിനെ അതീവ സൂക്ഷ്മതയോട് അനുസരിച്ചും അല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ചും വേണ്ടപ്പോൾ അതികഠിനമായി ക്ഷമിച്ചും ഒറ്റക്കെട്ടായി അവൻ തിരുപ്പതിപ്പെടുന്ന നന്മയുടെ മാർഗത്തിലേക്ക് വിശ്വാസി സമൂഹത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു പണ്ഡിത സമൂഹം മുന്നോട്ട് ഇറങ്ങണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധ ദീൻ പശ്ചാത്തായിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവഗതികളെ കുറിച്ച് ഇന്ന് ലോകത്ത് അല്ലാഹുവിലും അവന്റെ റസൂലിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന പണ്ഡിത സമൂഹം അശ്രദ്ധയിലാണോ? അല്ലാഹുവിനെ സൂചിച്ചും അവന്റെ റസൂലിനെ അനുസരിച്ചും അന്ത്യദിനത്തെ ഭയപ്പെട്ടും ജീവിക്കുന്ന ഓരോ കുടുംബത്തിലെയും കുട്ടികളുടെ മാതാപിതാക്കൾ അവരവരുടെ വീട്ടിൽ തന്നെ ഇതിന്റെ അടിസ്ഥാന പാഠങ്ങൾ അടക്കമുള്ള ഗൗരവതരമായ വിഷയങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നഷ്ടപ്പെടാൻ അനുവദിക്കാതെ കാത്തു സൂക്ഷിക്കണമെന്നു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തണം. ഇഹലോകമിതാ ഓടി ഓടി പോകുന്നു, അന്ത്യനാളിതാ അടുത്തടുത്ത് വരുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന് ആഗ്രഹമുള്ള ഓരോ വിശ്വാസി കുടുംബങ്ങളും അറിവ് കുറവുള്ള വിശ്വാസി സമൂഹങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ പഠിപ്പിക്കുകയും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഒരു കുടുംബത്തിലെ ഭർത്താവും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരുടെയും സ്ഥാനം കുടുംബിനിയായ ഒരു മാതാവിന് ഒറ്റയ്ക്ക് വഹിക്കാനാവും. എന്നാൽ മാതാവിന്റെ സ്ഥാനം മറ്റൊരാൾക്കും വഹിക്കാനാവില്ല. മാതാവ് തന്റെ കുടുംബത്തിലെ എല്ലാ പോരായ്മകളും കണ്ടറിഞ്ഞും പ്രതിസന്ധികൾ തരണം ചെയ്തും ആരോടും പരാതിപ്പെടാതെ ത്യാഗങ്ങൾ സഹിച്ചും എല്ലാവരെയും ഒരുപോലെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് നയിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ അച്യുതന്റെ ഒരുവൻ നിക്കാഹ് ചെയ്ത് കൊണ്ടുവരുന്ന അവന്റെ ഭാര്യയാണ്. അവൾ അവിടെ ഒന്നാമതായി ഒരാളുടെ ഭാര്യയായി എത്തുന്നു. രണ്ടാമതായി അവൾ കുട്ടികളുടെ മാതാവായി മാറുന്നു. മൂന്നാമതായി അവൾ ആ കുടുംബത്തിലെ മുതിർന്ന ഭരണാധികാരിയാകുന്നു. അവൾ അല്ലാഹു തിരുപ്പതിപ്പെടുന്ന വിധം സൂക്ഷിച്ച് ജീവിക്കുന്നവളായാൽ ആ കുടുംബത്തിൽ എല്ലാവരും ചെറുതും വലുതുമായ എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും എല്ലാ വിധേനയും ക്ഷമിച്ചും സഹിച്ചും സൂക്ഷിച്ചും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം നയിക്കും. അവൾ അല്ലാഹു തിരുപ്പതിപ്പെടാത്ത വഴികളിലൂടെ ജീവിക്കുന്നവളായാൽ ആ കുടുംബത്തിലെ കൂടുതൽ പേരും പിശാചിന്റെ ദുഷ്ചെയ്തികളിലേക്ക് നീങ്ങും. അച്യുതന്റെ തകർന്നാൽ കുടുംബമാകുന്ന വാഹനത്തിന്റെ ഗതി എന്താകുമെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് സ്ത്രീക്ക് വലിയ ഉത്തരവാദിത്വവും സ്ഥാനവുമാണ് ഇസ്ലാം നൽകുന്നത്. സ്വന്തം വീടുകളിൽ നിങ്ങൾ അടങ്ങിയിരിക്കുക. പഴയ അജ്ഞാത കാലത്തെ സൗന്ദര്യ പ്രദർശനം പോലെ നിങ്ങൾ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്. നിങ്ങൾ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സകാത്ത് കൊടുക്കുകയും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. സൂറത്തുൽ അഹ്സാബ് 33. അല്ലാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾക്ക് അനുസൃതമായി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന്റെ പെട്ടെന്നുള്ള മരണം മുഖേന പ്രയാസപ്പെടുകയാണെങ്കിൽ
ഇസ്ലാമിന്റെ നിയമവിധി വ്യവസ്ഥകൾക്ക് അനുസൃതമായി അവർക്ക് അനുയോജ്യമായ മറ്റൊരു വിവാഹം ചെയ്തു കൊടുക്കാൻ അവരുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ അവരാരുമില്ലെങ്കിൽ ആ മഹലിലെ ഉത്തരവാദപ്പെട്ടവരോ പരിശ്രമിക്കുക. അരക്ഷിതത്വത്തിന്റെയും പൈശാചിക വൽക്കരണത്തിന്റെയും ഈ കാലത്ത് നമ്മുടെ കൂട്ടത്തിലെ ഒരു വിധവയും ഒരു വിവാഹമോചിതയും അനാഥയോ വിധവയോ ആയി വലയരുത്. നിങ്ങളുടെ ഹൃദയം വിശാലമാണെങ്കിൽ നിങ്ങളുടെ വീടും വിശാലമാകും. അതിനനുസരിച്ച് നിങ്ങളുടെ വിഭവങ്ങളും വിശാലമാകും. ഇത്തരം വിവാഹം കൊണ്ട് പലരും ആഗ്രഹിക്കുന്നത് ഒരു മേൽവിലാസം മാത്രമായിരിക്കാം. അന്തസ്സോടെയുള്ള ഒരു വിലാസവും സംരക്ഷണവും മറ്റെന്തിനേക്കാളും സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടതും സുപ്രധാനവുമാണ്. ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മറ്റെന്തെങ്കിലും പ്രശ്നമോ രോഗങ്ങൾ കാരണമോ അതുമല്ലെങ്കിൽ പിശാചുക്കളുടെ ദുശ്ചെയ്തികളിൽ അകപ്പെട്ട് ഭാര്യയെയും കുട്ടികളെയും ശ്രദ്ധിക്കാനാവാതെ അകന്നു പോയതിനാലോ ദുരിതത്തിൽ അകപ്പെടുകയാണെങ്കിൽ അവൾ തങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഇല്ലായ്മകളും പ്രാരാബ്ദങ്ങളുമെല്ലാം അല്ലാഹുവിൽ ബലമേൽപ്പിക്കട്ടെ. ക്ഷമിച്ചും ചില സന്ദർഭങ്ങളിൽ അതികഠിനമായി ക്ഷമിച്ചും അല്ലാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും അതീവ സൂക്ഷ്മതയോടെ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. തീർച്ചയായും ഔദാര്യവാനായ അള്ളാഹുവിൽ ബലമേൽപ്പിച്ച് അവന്റെ നിയമവിധി വ്യവസ്ഥകൾക്ക് അനുസൃതമായി ജീവിക്കുന്നവരെ കാരുണ്യവാനായ അവൻ പരാജയപ്പെടുത്തുകയില്ല. ഞാൻ അമൽ ചെയ്യുന്ന പക്ഷം എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു അമൽ അങ്ങ് എനിക്ക് അറിയിച്ചു തരണം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭ്യർത്ഥിച്ചു, നീ നന്മ ചെയ്യുന്നവനായിത്തീരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, ഞാൻ നന്മ ചെയ്യുന്നവനാണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അവൻ വീണ്ടും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, നിന്റെ അയൽക്കാരോട് നീ രമ്യതയിൽ കഴിയുക. നീ നല്ലവനാണെന്ന് അവൻ പറഞ്ഞാൽ നീ നല്ലവൻ തന്നെ. അഥവാ നീ ദുഷ്ട സ്വഭാവക്കാരനാണെന്ന് അവൻ പറയുന്നതെങ്കിൽ നീ ദുഷ്ട സ്വഭാവി തന്നെയാണ്. മുആവിയത്ത് ബിൻ ജുന്ദുബിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരയൽക്കാരന് തന്റെ അയൽവാസിയോടുള്ള കടമകൾ എന്തെല്ലാമാണ്? ഞാൻ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ രോഗിയായാൽ അവനെ നീ സന്ദർശിക്കുക, അവൻ നിർദ്ദിയടഞ്ഞാൽ അവനെ സംസ്കരിക്കുക, അവൻ കടം ആവശ്യപ്പെട്ടാൽ അത് നൽകുക, അവൻ വസ്ത്രമില്ലാത്ത പക്ഷം അത് കൊടുക്കുക, അവന് ഗുണം ലഭിച്ചാൽ അവനെ അനുമോദിക്കുക, വിഷമങ്ങൾ നേരിട്ടാൽ അവനെ സമാശ്വസിപ്പിക്കുക, അവന്റെ ഭവനത്തിലേക്ക് കാറ്റ് ധരിക്കാൻ തടസ്സമാവും വിധം നിന്റെ ഭവനത്തെ നീ ഉയർത്തരുത്. നിന്റെ കറിച്ചട്ടിയിൽ പാകം ചെയ്യുന്ന ഭക്ഷണം അവന് കൊടുക്കാത്ത പക്ഷം അതിന്റെ ഗന്ധം കൊണ്ട് നീ അവനെ വിഷമിപ്പിക്കാതിരിക്കുക. കൊബറാൻ തന്റെ അയൽക്കാരൻ പട്ടിണിയിലാണെന്ന് അറിഞ്ഞുകൊണ്ട് വയർ നിറച്ചുണ്ണുന്നവൻ എന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. ബസാസ് കൊബറാനി. ഇബ്നു ഉമർ, ആയിഷ റളിയല്ലാഹു എന്നിവരിൽ നിന്ന് ഇരുവരും പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, അയൽവാസിയോടുള്ള കടമകളെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പല പ്രധാന കാര്യങ്ങളും ഉപദേശിക്കുകയുണ്ടായി. ഒരു പക്ഷേ അവന് അനന്തരാവകാശവും കൂടി നൽകേണ്ടി വരുമോ എന്നുപോലും ഞാൻ സംശയിച്ചു പോയി. ബുഖാരി, മുസ്ലിം. ആരൊരാൾ അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവോ അവൻ അവന്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ പരസ്പരം നന്മ ഉപദേശിക്കുക. ബുഖാരി. നിങ്ങളുടെ അയൽവാസികൾ വല്ല പാരിതോഷികവും തരികയാണെങ്കിൽ അതൊരാട്ടിൻ കുളമ്പാണെങ്കിലും നിങ്ങൾ നിസ്സാരമാക്കി കരുതരുത്. അയൽപക്കത്തിന്റെ അതിർത്തി 40 വീട് വരെയാണ്. ബൈഹഖി. ഒരുത്തന്റെ വിധി വിഹിതമായി അവന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഭാര്യ നന്നായാൽ ആ കുടുംബം ഇഹലോകത്തും പരലോകത്തും വിജയികളായേക്കാം. അവർ രണ്ടുപേരുടെയും കീഴിലായിരിക്കും. ആ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഓരോ പ്രശ്നത്തിനും തീരുമാനമെടുക്കുന്നതും. ഒരു കുടുംബത്തിന്റെ ആദർശത്തിന്റെയും ധാർമ്മികതയുടെയും സംസ്കാരത്തിന്റെയും അടിത്തറ അവളാണ്.
അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് വലിയ സ്ഥാനവും വലിയ ഉത്തരവാദിത്വവുമാണ് ഇസ്ലാം നൽകുന്നത്. പുരുഷനെ പോലെ അവൾക്ക് ജുമാക്ക് പള്ളിയിൽ പോകേണ്ടതില്ല, അങ്ങാടിയിൽ പോയി വല്ല കച്ചവടമോ വല്ല ജോലികളോ ചെയ്യേണ്ടതില്ല. അവൾക്ക് 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കുക സുന്നത്തില്ല. വീടിനകത്ത് ജമാഅത്തായോ ഒറ്റക്കായോ നമസ്കരിക്കുന്നതാണ് അവൾക്ക് പുണ്യം. സ്ത്രീക്ക് അള്ളാഹു ഇതരയേറെ കഴിവ് നൽകിയത് വീട്ടിലെ അവളുടെ ഭാരിച്ച ഉത്തരവാദിത്വവും സ്ഥാനവും ജോലിയും കാരണമായാണ്. സ്ത്രീ അവളുടെ കുടുംബത്തിൽ ഭരണാധികാരിയാണ്. തന്റെ കുടുംബത്തെ പറ്റി അവളോട് ചോദിക്കപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പഠിപ്പിച്ചത്. മാതാവിന്റെ സംരക്ഷണം ലഭിക്കാത്ത അവസ്ഥ ഒരു കാലത്ത് ഒരു കുഞ്ഞിനും ഉണ്ടാകാൻ പാടില്ല. പുരുഷന്മാരെക്കാൾ ബുദ്ധിയും പകതിരിവും കുറഞ്ഞവരെന്ന് എഴുതി തള്ളിയ വിധം സ്ത്രീകളെ കുറിച്ച് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ബുദ്ധിയും പകതിരിവും ഇല്ലാത്തവരെ ആരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയില്ലല്ലോ. അവരെ ഇഹത്തിലോ പരത്തിലോ ശിക്ഷിക്കാനും പാടില്ല. എന്നാൽ സ്ത്രീ അവൾക്ക് ചില ഫറളുകൾ നിർവഹിക്കാറുണ്ട്. അതിൽ വീഴ്ച വരുത്തിയാൽ അവൾ ചോദ്യം ചെയ്യപ്പെടുമെന്നും ഖുർആനിലുണ്ട്. ബുദ്ധിയും പകത്തിരിവുമായി ബന്ധപ്പെടുത്തി സ്ത്രീകൾക്കെതിരായുള്ള മറ്റെല്ലാ വാദങ്ങളെയും ഈ ഒരു യാഥാർത്ഥ്യം നിരാകരിക്കുന്നു. നീ ഉമ്മ എന്ന നിലയ്ക്ക് സ്ത്രീകൾക്കുള്ള ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. രക്ഷിതാക്കൾ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ സഹായം കൂടാതെ തിന്നുവാനും കുടിക്കുവാനും ശൗചം ചെയ്യുവാനും ദേഹശുദ്ധി വരുത്തുവാനും 7 വയസ്സ് പ്രായമായാൽ നമസ്കരിക്കുവാനും പഠിപ്പിക്കുകയും അതിനുവേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും വേണം. പെൺകുട്ടികൾക്ക് പ്രത്യേകമായി പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കടമ ഉമ്മക്കാണ്. ഇതുപോലെ മത നിയമങ്ങളും മത അനുശാസിക്കുകയും തടയുകയും ചെയ്ത എല്ലാ അനുശാസനകളും നിരോധനങ്ങളും തനിക്കറിയാവുന്നിടത്തോളം പ്രവാചക ചര്യകളുമെല്ലാം കുട്ടികളെ പഠിപ്പിക്കുകയും അവയിൽ കുട്ടികൾക്ക് ബോധം വളർത്തുകയും വേണം. മാതാപിതാക്കളോ രക്ഷിതാക്കളോ കുട്ടികൾക്ക് മേൽ പറയുന്ന വിജ്ഞാനം നൽകുന്നത് ഉപേക്ഷിച്ചാൽ അവർ അതിന്റെ പേര് വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഉമ്മയുടെ 10 റോളുകൾ പണ്ഡിതന്മാർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1. കുടുംബത്തിലെ എല്ലാവരെയും നിരുപാധികം സ്നേഹിക്കുക. 2. വൈകാരികമായും ശാരീരികമായും എല്ലാവരെയും ശ്രദ്ധിക്കുക. 3. എല്ലാവരെയും അച്ചടക്കവും സംസ്കാരവും പഠിപ്പിക്കുക. 4. എല്ലാവരെയും ഒന്നിച്ചു കഴിയാനും പരസ്പരം അംഗീകരിക്കാനും പഠിപ്പിക്കുക. 5. കുടുംബത്തെ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകി ധാർമ്മിക അടിത്തറയിൽ കെട്ടിപ്പടുക്കുക. 6. ഉപ്പയുടെ അഭാവത്തിൽ കുടുംബത്തിലെ ഭരണാധികാരിയാണ് ഉമ്മ. 7. ഉമ്മയാണ് കുട്ടിയുടെ ആദ്യത്തെ ഉസ്താദി. അവളാണ് കുട്ടിയെ ശുചിത്വവും സംസ്കാരവും പെരുമാറ്റ മര്യാദയും മതവും സംസ്കാരവും പഠിപ്പിക്കുന്നത്. തിരക്കിലായതിനാലും സമയമില്ലാത്തതിനാലും ഇതിൽ ഉപ്പയുടെ റോൾ പലപ്പോഴും വളരെ ചുരുക്കമാവും. 8. ചെറുപ്പം മുതൽക്കേ കുട്ടിയുടെ ശാരീരികവും സാമൂഹികവും വൈകാരികവും വൈജ്ഞാനികവുമായ വളർച്ചയെയും ഉയർച്ചയെയും ചിട്ടപ്പെടുത്തുന്നത് ഉമ്മയാണ്. 9. കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ ആസൂത്രണം ചെയ്തു നിലനിർത്തുന്നത് ഉമ്മയാണ്. 10. കുടുംബത്തിന്റെ കെട്ടുറപ്പും ഭദ്രതയും സംരക്ഷിക്കുന്നതും ഇതര കുടുംബാംഗങ്ങളുമായി അതിനെ ഇണക്കുന്നതും ഉമ്മയാണ്. ഉമ്മക്ക് ഇതിന് അള്ളാഹു കടുത്ത പ്രതിഫലം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉപ്പയേക്കാൾ ഉമ്മക്ക് മക്കളിലുള്ള 13 മടങ്ങ് കൂടുതലാണ്. ഉമ്മയെ 3 തവണ പരിഗണിച്ച ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയെ പരിഗണിക്കാൻ പറഞ്ഞത്. അതിനർത്ഥം ഉമ്മയെ കേട്ട ശേഷം മതി ഉപ്പയെ കേൾക്കുക എന്നല്ല. 2 പേരെയും തുല്യമായി പരിഗണിക്കണം. 2-ൽ ഒരാളെ പരിഗണിക്കേണ്ടി വരുമ്പോൾ മാത്രമാണ് ഉമ്മയെ ആദ്യം പരിഗണിക്കേണ്ടി വരിക. മക്കൾക്ക് ഉമ്മ വാപ്പ അവരുടെ ഏറ്റവും പവിത്രതയായ മാതാപിതാക്കളാണ്. അപ്പോൾ ഉപ്പ അവരെ അവഗണിക്കപ്പെടുന്നുമില്ലല്ലോ. എന്നാൽ ഉപ്പയുടെ പദവിയും സ്ഥാനവും ഒട്ടും കുറവല്ല. കുടുംബത്തിന്റെ മേൽക്കൂരയും അതിരും ചുവരുകളുമായി നിന്ന് അതിന്റെ സംരക്ഷകന്റെയും പരിപാലകന്റെയും ധർമ്മം നിർവഹിക്കുന്നത് ഉപ്പയാണ്. ഉമ്മ എന്ന സ്ഥാനത്തിന്റെ മഹത്വവും പ്രാധാന്യവും ഊന്നി പറയാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. അല്ലാതെ ഉമ്മയേക്കാൾ തരം താഴ്ത്തി കാണാനല്ല. ഇതിൽ ആരാണ് നമുക്ക് വേണ്ടി കൂടുതൽ ത്യാഗം സഹിച്ചതെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഉമ്മയുടെ ത്യാഗം പ്രത്യക്ഷമാണ്. ഉപ്പയുടെ ത്യാഗം പലപ്പോഴും നമ്മുടെ എല്ലാം കാഴ്ച വട്ടത്തിനപ്പുറമായിരിക്കാം.
അതുകൊണ്ട് ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ഉപ്പയുടെ മനസ്സും ഒട്ടും വേദനിപ്പിക്കരുത്. ഇത് ഏത് കാലത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് കൂടി ഓർക്കണം. സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും നൽകാത്ത, ഒരു അവകാശവും വകവെച്ചു കൊടുക്കാത്ത ജാഹിലിയ്യ കാലത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും മഹത്വം ഉമ്മക്ക് നൽകിയത്. അതുവരെ ഉമ്മ പലപ്പോഴും അടിമ സ്ത്രീക്ക് തുല്യമായിരുന്നു, അല്ല പലപ്പോഴും അടിമ സ്ത്രീ തന്നെയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പദവിയും മഹത്വവും ഉയർത്താനും അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ആഗ്രഹിച്ചു. ആ സന്ദർഭത്തിലാണ് അവിടുന്ന് ഇത് പറഞ്ഞത്. ഉപ്പയുടെ മഹത്വം പോലെ ഉമ്മയുടെ മഹത്വവും പദവിയും സ്ഥാനവും ഉയർത്താനും അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കാനുമായിരുന്നു ഇത്. അത് അതിരുവിട്ട ബഹുഭാര്യത്വത്തിന്റെ കാലമായിരുന്നു. അനേകം ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരുവൾ മാത്രമായ ഒരു സ്ത്രീക്ക് എന്ത് സ്ഥാനമാണ്, അവകാശമാണ് ഉണ്ടാവുക? അതിനാൽ ഇസ്ലാം സ്ത്രീയെ ആദരിക്കുന്നതിനായി ആദ്യമായി ബഹുഭാര്യത്വം നിയന്ത്രിച്ചു, 4 പരിമിതമാക്കി. ഒന്ന് മാത്രമാണ് അഭികാമ്യമെന്നും നീതിക്ക് അനുയോജ്യമെന്നും അർത്ഥസംഖ്യക്ക് ഇടയില്ലാത്ത വിധം സ്ഥാപിച്ചു. എന്നാൽ ഉപ്പയാണ് ഒരു കുടുംബത്തിന്റെ അന്തസ്സിന്റെയും മേൽവിലാസത്തിന്റെയും അടിത്തറ. കുടുംബത്തിലുള്ള ഉപജീവനം കൊണ്ടുവരുന്നതും ഉപ്പയുടെ ചുമതലയിലാണ്. ഉപ്പയ്ക്ക് ഈ തിരക്കുള്ളത് കൊണ്ടാണ് മറ്റെല്ലാ ബാധ്യതകളും ഉമ്മയെ ഏൽപ്പിച്ചത്. ഉപ്പയെയും ഉപ്പയുടെ കുടുംബത്തെയും തള്ളിപ്പറയുന്നവൻ സത്യനിഷേധിക്ക് തുല്യമാണ്. തന്നെയല്ലാതെ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും നിന്റെ രക്ഷിതാവ് വിധിച്ചു. അവരിൽ ഒരാളോ 2 പേരും തന്നെയുമോ നിന്റെ അടുത്ത് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ നീ അവരോട് ചേ എന്ന് പോലും പറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്യരുത്. അവരോട് മാന്യമായി സംസാരിക്കുക. സൂറത്തുൽ ഇസ്രാ'i 23. നീ കുഞ്ഞായിരുന്നപ്പോഴത്തെ അതേ അവസ്ഥ പോലെ മാതാപിതാക്കൾ ബലഹീനതയുടെയും നിസ്സഹായതയുടെയും പ്രായത്തിലായാൽ അവരോട് ചേ എന്ന് പോലും പറയരുത് എന്ന് വിലക്കുന്നു. അവരോട് ഒരു കാര്യത്തിലും അനിഷ്ടം പ്രകടിപ്പിക്കരുതെന്നും അവർക്ക് വേദന ഉളവാക്കുന്ന ഒരാക്ഷേപവും പറയരുതെന്നുമാണ് ഇത് അർത്ഥമാക്കുന്നത്. അവരെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കരുത്, അവരോട് ശബ്ദമുയർത്തി സംസാരിക്കരുത്, അവരെ ദോഷത്തോടെയും വെറുപ്പോടെയും തുറിച്ചു നോക്കരുത്. ഇതെല്ലാം മാന്യമായ സംസാരത്തിനും പെരുമാറ്റത്തിനും എതിരാണ്. ഒരു തള്ളപ്പച്ചി തന്റെ പറക്കമറ്റാത്ത കുഞ്ഞുങ്ങളെ തന്റെ ചിറകിനുള്ളിലേക്ക് കൊണ്ടുവന്നു സംരക്ഷിക്കുന്നത് പോലെ അവരെ വാത്സല്യം കൊണ്ടും സ്നേഹ ശുശ്രൂഷ കൊണ്ടും നിന്നിലേക്ക് ചേർത്ത് പിടിക്കണം. നീ കുഞ്ഞായിരുന്നപ്പോൾ അവർ നിന്നെ ചേർത്ത് പിടിച്ചതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവന് അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അഹ്മദ്, നസായി. മാതാപിതാക്കൾ സ്വർഗത്തിലേക്കുള്ള വാതിലാണെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗ്ഗം ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു. അഹ്മദ്, നസായി. മക്കളെ ശ്രദ്ധിച്ചു കേൾക്കുക. അല്ലാഹു മാത്രമാണ് നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനും. അവനല്ലാതെ മറ്റൊരു യജമാനനോ ഉടമസ്ഥനോ അന്നദാതാവോ നമുക്കില്ല, ഉണ്ടാവുകയുമില്ല. മറ്റാരുടെയും പിന്തുണയോ സഹകരണമോ ആജ്ഞയോ ശുപാർശയോ കൂടാതെ അവൻ മാത്രമാണ് നമ്മെ സൃഷ്ടിച്ചു. അവന്റെ നിശ്ചയം അനുസരിച്ചും നമ്മെ സംരക്ഷിച്ചു. അതീവ സൂക്ഷ്മതയോടെ പരിപാലിക്കുന്നവൻ. നമ്മൾ രോഗിയായ അവനാണ് നമുക്ക് ശിവ തരുന്നത്, നമ്മെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും പുനർജീവിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. നമുക്ക് നിയമങ്ങളും വിലക്കുകളും നൽകിയത് അവനാണ്. അതിനാൽ അവൻ മാത്രമാണ് നമ്മെ അന്തിമമായി വിചാരണ ചെയ്യുകയും നമ്മെ വിലയിരുത്തുകയും ചെയ്യുക. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് ആരുടെയെങ്കിലും വിലായത്തിനോ കറാമത്തിനോ അല്ല, മറിച്ച് അല്ലാഹുവിനോടുള്ള അകമഴിഞ്ഞ പ്രാർത്ഥന കൊണ്ടാണ്. പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. അല്ലാഹുവിനെ അറിയേണ്ട പ്രകാരം അറിഞ്ഞുകൊണ്ടും ഗൗനിച്ചുകൊണ്ടും നിസ്വാർത്ഥമായും നിഷ്കളങ്കമായും അവനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കും.
ഭൂമിയിലെ രക്ഷിതാക്കളായ മാതാപിതാക്കൾ നിങ്ങളെ സൃഷ്ടിച്ചു സംരക്ഷിക്കുവാൻ അള്ളാഹു ഏർപ്പെടുത്തിയ ഒരു ഉപാധിയാണ്. അവരും മറ്റു ബന്ധുമിത്രാദികളും എല്ലാം തന്നെ ഇന്നും നാളെയുമായി അള്ളാഹു നിശ്ചയിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ നിശ്ചയമനുസരിച്ച് ഒറ്റയായോ കൂട്ടമായോ ഇല്ലാതാവും. അവരും ഇവരും എല്ലാം തന്നെ ഇഹലോക ജീവിതത്തിലേക്കുള്ള ഒരു കൂട്ട് മാത്രമാണ്. വാസ്തവത്തിൽ നിങ്ങൾ എവിടെ ആയാലും അവൻ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷിതാവ്. അതിനാൽ ആരില്ലാതായാലും അവൻ എപ്പോഴും നിങ്ങളുടെ രക്ഷിതാവായി ഉണ്ടാവും. അനുഗ്രഹിക്കുന്നവനായും ശാസിക്കുന്നവനായും കൽപ്പിക്കുന്നവനായും പിഴക്കുന്നവനായും അവൻ ഉണ്ടാവും. നിങ്ങളുടെ ഉപജീവന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വാസക്കുറവ് തോന്നരുത്. എവിടെയും നിങ്ങൾ അത് കുന്നുകൂടിയതായി കാണില്ല. അത് അള്ളാഹു അപ്പോൾ മറ്റു സർവ്വ ജീവജാലങ്ങളിൽ ഓരോന്നിനും എന്ന പോലെ നിങ്ങൾക്കും അവന്റെ നിശ്ചയമനുസരിച്ച് എത്തിച്ചു തരും. നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവരും വേദനിക്കുന്നവരും പാവപ്പെട്ടവരും കഷ്ടപ്പെടുന്നവരും അസ്വസ്ഥരും ചകിതരുമായ അവന്റെ അടിയാറുകൾക്ക് ആശ്വാസവും സമാധാന സേവനവും എത്തിക്കാൻ സന്നദ്ധരായവരുമാണെങ്കിൽ അള്ളാഹു നിങ്ങളെ കൈവിടില്ല. മറിച്ച് നിങ്ങളുടെ കാര്യത്തിനു നിങ്ങൾ തന്നെ മതിയാവും എന്ന നിലപാടിലെത്തി ദുനിയാവിന്റെ വ്യവഹാരങ്ങളുമായി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കാര്യം സ്വയം ഏറ്റെടുത്ത സ്ഥിതിക്ക് അള്ളാഹു നിങ്ങളെ ആ വഴിക്ക് തിരിച്ചുവിടും. അത് നേർവഴിയാവണമെന്നില്ല. നിങ്ങൾ ഒരിക്കലും ലക്ഷ്യം കണ്ടു എന്ന് വരില്ല. നിങ്ങൾ ഇപ്പോഴുള്ള വഴിയിൽ തന്നെ ക്ഷമയോടെ മുന്നേറുക. അള്ളാഹു നിശ്ചയിച്ച പരീക്ഷണങ്ങൾക്കൊടുവിൽ അള്ളാഹു നിങ്ങൾക്ക് സുസ്ഥിരവും സുഭിക്ഷവുമായ ഒരു വഴി കാണിച്ചു തരും. അള്ളാഹു അവന്റെ റസൂലിനോട് പറഞ്ഞത് അള്ളാഹു നിങ്ങളോടും കൂടിയാണ് പറഞ്ഞത് എന്ന് ഓർമ്മ വേണം. നബിയെ, നിന്റെ രക്ഷിതാവ് നിന്നെ കൈവെടിഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടുമില്ല. തീർച്ചയായും തുടക്കത്തേക്കാൾ ഒടുക്കമാണ് മികച്ചതും നിലനിൽക്കുന്നതും. നിന്റെ രക്ഷിതാവ് നിനക്ക് സമൃദ്ധമായി നൽകുകയും അപ്പോൾ നീ സംതൃപ്തനാവുകയും ചെയ്യും. ഈ പറയുന്നതെല്ലാം അള്ളാഹു നിശ്ചയിച്ചവരിൽ അവൻ നിശ്ചയിച്ചതനുസരിച്ചു നൽകുമ്പോൾ മറ്റാരുമായും അവൻ പങ്കുവെക്കാത്ത അവന്റെ പ്രത്യേക അവകാശങ്ങളാണ് അവ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ഇവ രണ്ടും ഉപയോഗിച്ച് നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും തമ്മിൽ എപ്പോഴും സംഭാഷണത്തിൽ ഏർപ്പെടണം. ഖുർആനിലൂടെ അവൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവന്റെ പരിശുദ്ധ നാമങ്ങളായ ദിക്റിലൂടെയും പ്രാർത്ഥനയിലൂടെയും അവനോട് സംസാരിക്കുക. ഖുർആനിലൂടെ അതിനനുസൃതമായി തന്നെ അവൻ മറുപടി നൽകുകയും സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അഖില ലോക ശ്രദ്ധാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിനും പരത്തിനും പരമാധികാരിയും ഏകനുമായ അള്ളാഹുവിനെ അറിഞ്ഞും അവന്റെ റസൂലിനെ അനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടുമാണ് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന അനുഗ്രഹം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അള്ളാഹു കൽപ്പിച്ചത് പൂർണ്ണമായി അനുസരിക്കുകയും അവൻ വിലക്കിയത് പൂർണ്ണമായി വർജിക്കുകയും ചെയ്യുക. ഇവയിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടി അവൻ രേഖപ്പെടുത്തുന്ന അനുഗ്രഹങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. അതിനാൽ തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനുള്ള പ്രതിഫലമായി കണ്ണുകൾക്ക് കുളിരേകുന്ന എന്തെല്ലാം വസ്തുക്കളാണ് അവർക്ക് രഹസ്യമായി ഒരുക്കി വെച്ചതെന്ന് ഒരാളും അറിയുകയില്ല. സൂറത്തു സജദ 17. നയനാനന്ദകരവും വിട്ടുമാറാൻ കഴിയാത്ത തരത്തിലുള്ളതുമായ പ്രതിഫലമാണ് അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. അവരുടെ കണ്ണുകൾ മറ്റൊരു വസ്തുവിനും വ്യാപൃതമാവാൻ സാധിക്കാത്ത അത്ര സുന്ദരമായ സുഖ സൗകര്യങ്ങളാണ് അവിടെ ലഭ്യമാകുക. കൂടാതെ ഭൂമിയിൽ നിങ്ങൾ ദുഃഖിക്കുമ്പോൾ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ അവൻ നിങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നു. രോഗിയായാൽ സുഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ അവന്റെ നിശ്ചയമനുസരിച്ചു അവൻ നിശ്ചയിച്ചത് പ്രകാരം നിറവേറ്റി തരുന്നു. നഷ്ടപ്പെട്ടതിന് പകരം അവൻ നിശ്ചയിച്ചത് അവന്റെ നിശ്ചയമനുസരിച്ച് നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു. ആയതിനാൽ നിങ്ങൾ അള്ളാഹുവുമായി സദാ ആശയ വിനിമയം നടത്തുന്നവരാവണം. ഇടയാളനോ മധ്യവർത്തിയോ
ശുപാർശകനോ കൂടാതെ നിങ്ങളെ എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരുവൻ അള്ളാഹു മാത്രമാണ്. എത്ര സ്നേഹമുള്ളവരായാലും എപ്പോഴും നിങ്ങളെ കേൾക്കാൻ മനുഷ്യർക്ക് കഴിയില്ല. അവർക്ക് മടുപ്പുണ്ടാവും. അള്ളാഹുവിന് ഒരു അപേക്ഷകനോടും മടുപ്പില്ല. മനുഷ്യരോട് ആവർത്തിച്ച് ചോദിച്ചാൽ അവർക്ക് ദേഷ്യവും അലോചനവും ഉണ്ടാവും. എന്നാൽ അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിച്ചാൽ അള്ളാഹു അതിൽ കൂടുതൽ സന്തോഷിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ സദാ അവനോട് സംസാരിക്കണം. അതായത് അവനെ സ്തുതിക്കുകയും പരിശുദ്ധപ്പെടുത്തുകയും മഹത്വപ്പെടുത്തുകയും വേണം. ഏത് മഹാപാപിക്കും കൊടും കുറ്റവാളിക്കും തന്റെ എല്ലാം തുറന്ന് സംസാരിക്കാനുള്ളതും അനുദവിക്കാനുള്ളതും കാരുണ്യവാനായ അള്ളാഹു മാത്രമാണ്. മക്കളെ, അവൻ നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് എന്നതിലുപരി നിങ്ങളുടെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങളിലേക്കാണ് നോക്കുന്നത്. അതിനാൽ എപ്പോഴും നിങ്ങൾ കർമ്മങ്ങളിൽ സതുദ്ദേശമുള്ളവരായിരിക്കുക. നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നഷ്ടപ്പെടുമോ എന്ന ഭയം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ സൽഫലങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക എപ്പോഴും കൂടെ ഉണ്ടാവേണ്ടതാണ്. ഈമാൻ സുസ്ഥിരമായ ഒരവസ്ഥയല്ല. ഓരോ സാഹചര്യത്തിലുള്ള നമ്മുടെ ചെയ്തികൾക്കനുസരിച്ച് അത് കൂടുകയും കുറയുകയും ചെയ്യുന്നു. അതിനാൽ എപ്പോഴും സുസ്ഥിരവും അതോടൊപ്പം വർദ്ധിതവുമായ ഈമാനിനു വേണ്ടി പരിശ്രമിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹുവിൽ വിശ്വാസവും ഭയമുള്ള ഹൃദയങ്ങൾ സമരസജ്ജരായ സൈനികരെ പോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സദാ ജാഗരൂകരായിരിക്കും. പരമപ്രധാനമായി എല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക. പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കേൾക്കാൻ അള്ളാഹു മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ചിലർ ഔലിയാക്കളോടും സൂഫിയാക്കളോടും മറ്റും പ്രാർത്ഥിക്കാറുണ്ട്. അവരെക്കാളെല്ലാം നമ്മോട് അടുത്തവനും നമ്മെ കാണുന്നവനും കേൾക്കുന്നവനും തന്റെ നിശ്ചയമനുസരിച്ച് ഉടനെ ഉത്തരം നൽകുന്നവനും അള്ളാഹുവാണ്. നമ്മുടെ പാപങ്ങളും വീഴ്ചകളും എല്ലാം അള്ളാഹുവിങ്കൽ മാത്രമല്ലാതെ ബോധിപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങുകയും പൊറുക്കലിനെ തേടുകയും ചെയ്താൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകുന്നവനും നമ്മുടെ വീഴ്ചകൾ മറച്ചു വെക്കുന്നവനുമാണ്. വൈരിയായ കാര്യങ്ങളിൽ അള്ളാഹുവോ അവന്റെ റസൂലോ അറിയിച്ചു തന്നാലല്ലാതെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരും നിങ്ങളായിരിക്കണം. അള്ളാഹുവിങ്കൽ മികച്ച പ്രതിഫലവും പദവിയും അവർക്ക് ലഭിക്കാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരാൾ തന്റെ സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ അയാൾക്ക് വേണ്ടിയും സമാനമായത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. ഇതിനാൽ വിശ്വാസികൾ മറ്റു വിശ്വാസികൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ മൂല്യമുണ്ട്. ഇവയെല്ലാം ഒരുമിച്ച് കൂടി അത് വലിയൊരു പ്രാർത്ഥനാ വ്യൂഹമായി തീരും. മുസ്ലിങ്ങളുടെ കാര്യം അത്ഭുതാവഹമാണ്. അവരെല്ലാവരും തന്നെ അവരിൽപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും നിത്യവും നിരന്തരം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലായിടത്തു നിന്നും അവരറിയാതെ കോടിക്കണക്കിന് പ്രാർത്ഥനകൾ മുഅ്മിനുകളായ അവരുടെ കണക്കിൽ വന്നു ചേരുകയും ചെയ്യുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽ ഒഴികെ മറ്റൊരിടത്തും ഇത്തരം വ്യവസ്ഥാപിതമായ പ്രാർത്ഥനകൾ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മക്കളെ, നിങ്ങൾ ഓരോരുത്തരും വലിയ പണക്കാരോ വ്യവസായികളോ ആവണമെന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടാവണമെന്നില്ല. മറിച്ച് മുഖലിസീകളായ നല്ല അവിധീകളാവണമെന്നാവാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഭൂമിയിൽ അപൂർവമായി വരുന്ന ഒരു വിഭാഗം അവരാണ്. എത്രത്തോളം എന്നാൽ അവർ ഭൂമിയിലെ രാജാക്കന്മാരെക്കാൾ കുറവാണ്. നിങ്ങളിൽ പലരും പല വ്യാപാരങ്ങളിലും വ്യവസായങ്ങളിലും തൊഴിലുകളിലുമൊക്കെ ഏർപ്പെടുകയുണ്ടായിട്ടുണ്ടാവും. അതിൽ പലതിലും പല വിധേനയുള്ള തിരിച്ചടികളും നേരിട്ടിട്ടുണ്ടാവും. നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടും അതികഠിനമായി ക്ഷമിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് പശ്ചാത്താപിച്ചുകൊണ്ടും മാപ്പിന് അപേക്ഷിച്ചുകൊണ്ടും അവന്റെ നിയമവിധി വ്യവസ്ഥകൾക്ക് അനുസൃതമായി അതീവ സൂക്ഷ്മതയോടെ ജീവിതം തുടരുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തീർച്ചയായും
അവൻ നിങ്ങളെ അതിലും മഹത്തായ ഒരു ലക്ഷ്യത്തിനായി കരുതി വെച്ചതായിരിക്കാം. എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ നിയമവിധികളെയും മാനിക്കാതെയും അള്ളാഹുവിനെ മറന്നും വ്യാപാരങ്ങളിലും വ്യവസായങ്ങളിലും തൊഴിലുകളിലുമൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കുള്ള പരീക്ഷണം എന്നോണം വരുമാനങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. എന്നിട്ടും അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിയാതെയും അവന്റെ നിയമവിധി വ്യവസ്ഥകളെ ഗൗനിക്കേണ്ട വിധം ഗൗനിക്കാതെയും ജീവിതം നയിക്കുന്നവർക്ക് പരലോകത്ത് തീർച്ചയായും പരാജയം തന്നെ. അള്ളാഹുവിനെ അറിഞ്ഞും അവന്റെ നിയമവിധി വ്യവസ്ഥകളെ മാനിച്ചുകൊണ്ടും ചെയ്യുന്ന എല്ലാ തൊഴിലുകളിലും എന്ത് പരാജയം വന്നാലും അവർ ഈ ലോകത്തും പരലോകത്തും പരാജയപ്പെടുകയില്ല. തീർച്ചയായും അവർ വിജയികൾ തന്നെ. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകളെ ബഹുമാനിക്കാതെ ദുനിയാവിന്റെ പിറകെ പോകാതിരിക്കുക. ദുനിയാവ് അതിനെ പിന്തുടരുന്നതിന് മരച്ചീക പോലെയാണ്. അള്ളാഹുവിനെയും അള്ളാഹു നിർബന്ധമാക്കിയ നിസ്കാരങ്ങളും മറ്റു നിർബന്ധ കർമ്മങ്ങളും സുന്നത്തുകളും മുറുകെ പിടിച്ചു കൃത്യനിഷ്ഠതയോടെയും അതീവ സൂക്ഷ്മതയോടെയും ജീവിതം നയിക്കുക. തീർച്ചയായും അവർ ഇരു ലോകവും വിജയികളാണ്. എന്നാൽ അള്ളാഹുവിനെയും അവന്റെ നിയമവിധി വ്യവസ്ഥകളെയും ഗൗനിക്കാതെ ദുനിയാവിലെ സമ്പാദത്തെ മാത്രം പിന്തുടർന്ന് ജീവിതം നയിക്കുകയാണെങ്കിൽ കൊടിയ പരീക്ഷണമായി ദുനിയാവ് അവനെ വിടാതെ പിന്തുടരുകയും ചെയ്തേക്കാം. എന്നാൽ നിങ്ങൾ അതും പ്രതീക്ഷിക്കരുത്. പിശാച് നിങ്ങളെ കീഴ്പ്പെടുത്തും. ഇഹലോക ജീവിതത്തിൽ അള്ളാഹു തൃപ്തിപ്പെടാത്ത കാര്യങ്ങളാൽ നിങ്ങളുടെ ജീവിതം മുഖരിതമായാൽ നിങ്ങളുടെ ഹൃദയം അവൻ ദുഃഖങ്ങളാൽ നിറക്കും. നിങ്ങൾക്ക് ഏകാഗ്രതയും ലക്ഷ്യവും നഷ്ടപ്പെടും. നിങ്ങളുടെ ജീവിതവും ചിന്തകളും ഉപജീവനവും പല വഴിക്കും ചിന്നിച്ചിതറിയതുമായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വരൂപിക്കാൻ ശ്രമിക്കുന്നതൊന്നും ഒരു കൂടുകയില്ല, ഒരു കൂട്ടിയതൊന്നും നിലനിൽക്കുകയുമില്ല. നിലവിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജോലിയും ഉത്തരവാദിത്വവും ഉണ്ട്. അത് തുടരുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ റസൂലിനെ അനുസരിക്കുകയും അന്ത്യനാളിനെ ഭയപ്പെടുകയും ചെയ്തു അതീവ സൂക്ഷ്മതയോടെ ജീവിതം നയിക്കുകയും അതിൽ മികവ് നേടുകയും ചെയ്യുക. അതിൽ എവിടെയെങ്കിലും തിന്മയുടെയോ ദുനിയവിയായ അതിമോഹങ്ങളുടെയോ അംശമുണ്ടെങ്കിൽ അവയെ മാത്രം ദൂരീകരിക്കുക. ക്യാൻസർ ബാധിച്ച അവയവം നാം ശരീരത്തിൽ നിന്ന് ദൂരീകരിക്കുന്നത് പോലെ സ്വാർത്ഥതയെയും വ്യാമോഹങ്ങളെയും ദൂരീകരിക്കുക. അതിൽ നിന്നാണ് അസൂയയും നിരാശയും ഉണ്ടാവുന്നത്. രണ്ടും നിങ്ങളെ ഹീകവും പാരമ്പരികവുമായ അവിശ്വാസത്തിലേക്ക് നയിക്കും. അള്ളാഹു മനുഷ്യനെ പല വിധേനയും പരീക്ഷിക്കും. അതിൽ ഏറ്റവും വലിയ പരീക്ഷണം ദാരിദ്ര്യം തന്നെയാണ്. അത് ഇരട്ട പരീക്ഷണമാണ്. അവരിൽ അഥവാ മനുഷ്യരിൽ പല വിഭാഗങ്ങൾക്കും നാം ഐഹിക ജീവിതത്തിന്റെ സൗന്ദര്യം നൽകിയതിലേക്കു നിന്റെ ദൃഷ്ടികൾ തിരിക്കരുത്. അതിലൂടെ നാം അവരെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു. നിന്റെ രക്ഷിതാവ് നൽകുന്ന ഉപജീവനമാണ് കൂടുതൽ ഉത്തമവും നിലനിൽക്കുന്നതും. സൂറത്തു ത്വാഹ 131. മനുഷ്യരിൽ ചിലർക്ക് അള്ളാഹു സമ്പത്തും ജീവിത സൗകര്യങ്ങളും നൽകിയിരിക്കുന്നത് അവരെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ല, അവരുടെ പ്രവർത്തനങ്ങളുടെ അംഗീകാരവുമല്ല. അത് മറിച്ച് അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് സമ്പന്നരുടെ ജീവിത സൗകര്യങ്ങൾ കടുവിൽപ്പിടുന്നതിനർത്ഥമില്ല. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അവൻ നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. അതാണ് നിലനിൽക്കുക. സ്വത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് അഥവാ അവയിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന അവന്റെ സന്മാർഗത്തിനായി ചെലവഴിച്ചതാണ്. നിന്റെ രക്ഷിതാവിങ്കൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും. സൂറത്തുൽ കഹ്ഫ് 46. ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഓരോന്നിനും അതിനനുസൃതമായ വായുവും വെള്ളവും ഭക്ഷണവും മറ്റും അപ്പോൾ സംവിധാനിച്ചും അല്ലാതെയും അവന്റെ നിശ്ചയമനുസരിച്ചു അവയ്ക്കെല്ലാം തേടിപ്പിടിക്കാൻ കഴിയും വിധം തന്നെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. സൃഷ്ടികളിൽ ചിലത് സംഘമായി ജീവിക്കുന്നവയും കിട്ടിയ ഭക്ഷണം പങ്കിട്ടെടുക്കുന്നവയുമുണ്ട്. അവയ്ക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ പട്ടിണി കിടക്കുന്നു. പരസ്പരം കൊന്നു തിന്നുന്നവയും അപൂർവം ചില ഇനങ്ങളിലുണ്ട്. എന്നാൽ മനുഷ്യരുടെ സ്ഥിതി മാത്രം മറിച്ചാണ്. മനുഷ്യരിൽ ദുർബലരെ
ശക്തർ പോറ്റുന്ന ഒരു രീതിയാണ് മനുഷ്യർക്ക് അള്ളാഹു നിശ്ചയിക്കപ്പെട്ടത്. ഒരു മനുഷ്യ കുഞ്ഞിനു സ്വന്തമായി ഭക്ഷണം തേടാനാവണമെങ്കിൽ 10 വയസ്സെങ്കിലും ആവണം. മറ്റു പല സഹജീവികളുടെയും ആയുഷിന്റെ പകുതിയാണിത്. അതുപോലെ ഗർഭിണികളും വൃദ്ധജനങ്ങളും രോഗികളും സ്വന്തമായി ഭക്ഷണം തേടാൻ കഴിയാത്തവരാണ്. ഏതാണ്ട് എക്കാലത്തെയും സമൂഹത്തിന്റെ പകുതിയോളം വരും ഈ 4 കൂട്ടരും ചേർന്നാൽ. മറ്റൊന്ന്, മിക്ക ജീവികൾക്കും വിപരീതമായി മനുഷ്യന് എല്ലാം ഭക്ഷിക്കാൻ കഴിയില്ല. അവന് വളരെ കുറച്ച് ഇനം മാംസവും ധാന്യവും പഴങ്ങളും പച്ചിലകളും കിഴങ്ങുകളും മാത്രമേ ആഹാരമായി ഉപയോഗിക്കാൻ കഴിയൂ. മാത്രമല്ല, ഇതിനു പുറമെ അവന് വീടും വസ്ത്രവും ശുദ്ധമായ കുടിവെള്ളവും ശുചീകരണത്തിനുള്ള ജലവും മറ്റനേകം ഭൗതിക സാമഗ്രികളും വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും യാത്രാ വാഹനവും അവന്റെ സുഖജീവിതത്തിന് അത്യാവശ്യമാണ്. ഇവ കൂട്ടത്തിലെ ശക്തന്മാരിൽ ചിലർ അതാതിന്റെ മാർഗങ്ങളിലൂടെ സ്വായത്തമാക്കുകയും കൃഷി ചെയ്യേണ്ടവ കൃഷി ചെയ്തും സംഭരിച്ചും സൂക്ഷിച്ചു വെച്ചും അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടവ ഉണ്ടാക്കിയെടുത്തും നിശ്ചിത അളവിൽ എല്ലാ മനുഷ്യർക്കും ആവശ്യാനുസരണം എത്തിക്കുകയാണ് ചെയ്തിരുന്നത്. കാലക്രമേണ മനുഷ്യൻ പ്രാപ്തനായതോടെ അവൻ ഇവയൊന്നും സൗജന്യമായി മറ്റാർക്കും നൽകാതായി. കൃഷിക്കും മറ്റും ജോലി ചെയ്യുന്നവർക്കായി ധാന്യങ്ങളും മറ്റും കൂലി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ പിന്നീട് കച്ചവടം കണ്ടുപിടിക്കുകയും കാലക്രമേണ കൂടുതൽ സ്വാർത്ഥനാവുകയും ചെയ്തു. ഇങ്ങനെയാണ് മനുഷ്യർക്കിടയിൽ ധനികരും ദരിദ്രരും ഉണ്ടായത്. മറ്റൊരു ജീവി വർഗത്തിലും ഈ തരംതിരിവ് കാണാൻ കഴിയില്ല. സ്വാഭാവികമായും ഇവിടെ നീതിയും മര്യാദയും വിട്ടുവീഴ്ചയും ഉദാരതയും പാലിച്ചില്ലെങ്കിൽ സംഘർഷം അനിവാര്യമാണ്. ശക്തൻ ദുർബലനെ വിഴുങ്ങാതിരിക്കണം. ദുർബലന്മാർ കൂട്ടം കൂടി എണ്ണത്തിൽ കുറവായ ശക്തന്മാരെ വകവരുത്താതെയും ഇരിക്കണം. ഇതിനാണ് നിയമശാസനകളും ഭരണകൂടങ്ങളും അധികാരഘടനയും കാവൽക്കാരും വന്നത്. ആദിയിൽ ഇതെല്ലാം അള്ളാഹു തന്നെയാണ് അവൻ അയച്ച പ്രവാചകന്മാരിലൂടെ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും. ഇദ്രീസ് നബി അലൈഹിസ്സലാം ആണ് ആദ്യമായി മനുഷ്യൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് കണ്ടുപിടിച്ചതും സ്വന്തമായി തുന്നി ഉണ്ടാക്കിയതും തുന്നിക്കൂട്ടിയ ഡ്രസ്സ് ആദ്യമായി ധരിച്ചതും. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ കണക്കും തുലാസും എഴുത്തും കടലാസും ആയുധങ്ങളും യുദ്ധവും നടപ്പാക്കിയത് എന്നും പറയപ്പെടുന്നു. ശക്തമായ ഇരുമ്പും മീസാനും ഖുർആൻ ഒരിടത്ത് ഒരുമിച്ച് പറയുന്ന ശബ്ദങ്ങളും ഇതിനോട് ചേർത്ത് നാം മനസ്സിലാക്കണം. 57:24 മുതൽ 26 വരെ. നീതിയുടെ ചിഹ്നമാണ് മീസാൻ. ഇരുമ്പോ ശക്തിയുടെ പ്രതീകവും. ഭൂമിയിൽ വല്ല കാര്യത്തിനും ഫലപ്രയോഗം നടത്തേണ്ടതുണ്ടെങ്കിൽ അത് നീതിക്ക് വേണ്ടിയായിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ദാരിദ്ര്യം എങ്ങനെ കുഫറിലേക്ക് നയിക്കുന്നുവെന്ന് പണ്ഡിതന്മാർ നന്നായി വിവരിച്ചിട്ടുണ്ട്. എന്നാൽ സമ്പന്നത കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന കാര്യം വിവരണാതീതമാണ്. പണ്ഡിതന്മാർ പലകുറി ആലോചിച്ച് അമാദിച്ചു നിൽക്കുന്നതാണ് നാം കാണുന്നത്. ദാരിദ്ര്യത്തെക്കാൾ സമ്പന്നതയാണ് കൂടുതലായും മനുഷ്യരെ കുഫറിലേക്ക് നയിക്കുക. ഖുർആൻ പേരെടുത്ത് പറഞ്ഞവരും പേര് പറയാതെ പരാമർശിച്ചവരുമായ എല്ലാ കാഫിറുകളും സമ്പന്നന്മാരായിരുന്നു. ഫിർഔൻ, നമ്രൂദ്, ഹാറൂൻ, ഹമാൻ, അബൂജഹൽ, വലീദ് ഇബ്നു മുഗീറ, അബ്ദുല്ലാഹ് ഇബ്നു സുലൂൽ എല്ലാവരും അതാത് സമൂഹത്തിലെ ധനികന്മാരും പ്രലാപികളുമായിരുന്നു. സമ്പത്ത് നൽകപ്പെട്ടവരുടെ ഒന്നാമത്തെ കുഫറിലേക്കുള്ള തുടക്കം ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹു അവർക്ക് വേണ്ടതെല്ലാം ഔദാര്യമായി നൽകിയും ആകാശത്തു നിന്ന് മഴയും മറ്റും നൽകിയും അള്ളാഹു അവരെ അനുഗ്രഹിച്ചിട്ടും അവന്റെ നിയമവിധി വ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ട് നന്ദി കാണിച്ചില്ല എന്നതും, ഭൂമിയിൽ കൃഷി ചെയ്തും മറ്റും പണിശാലകളിൽ അധ്വാനിച്ചും കഷ്ടപ്പെടുന്ന മനുഷ്യരോടും അവരുടെ ആശ്രിതരോടും കരുണ കാണിച്ചില്ല എന്നതുമാണ്. ഇവയെ
ഇവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുബറിലേക്ക് നയിച്ച സത്യനിഷേധം. സമ്പന്നരുടെ ഈ കുബറിനെയാവട്ടെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ നിസ്സാരമായി കാണുകയും ചെറുതും വലുതുമായ സമൂഹത്തിനെവിടെയും അതിന്റെ വാഹകരെ എക്കാലത്തും വട്ടം കൂടി താലോലിക്കുകയാണ് ചെയ്തത്. ഈ കുബറാണ് ഫറോവമാരെയും നമ്രൂദുമാരെയും ഉണ്ടാക്കിയത്. ഈ അഹങ്കാരത്തിൽ നിന്നാണ് പിരമിഡുകൾ, താജ്മഹലും ചെങ്കോട്ടയും ആകാശം തൊടുന്ന കൊട്ടാരങ്ങളും ഉണ്ടായത്. മക്കളെ, ഇവിടെയാണ് നാം മൂസാ നബി അലൈഹിസ്സലാമിനെ ഓർക്കേണ്ടത്. അക്രമിയായ ഭരണാധികാരിയോട് അവന്റെ മുഖത്ത് നോക്കി നമുക്ക് സത്യം പറയാൻ കഴിയണം. അതാണ് ഏറ്റവും വലിയ സത്യാഗ്രഹം. ഈ ജിഹാദ് ചെയ്തവരായിരുന്നു കെർബലയിലെ രക്തസാക്ഷികൾ. ഓരോ മഹരം വരുമ്പോഴും ലോകം അവർക്കു വേണ്ടി വന്ദിതമായ ആദരവോടെയും സ്നേഹത്തോടെയും പ്രാർത്ഥിക്കുകയും വിതുമ്പുകയും ചെയ്യുന്നു. ഇതൊന്നും കണക്കിലെടുക്കാതെ ദാരിദ്ര്യം കൊണ്ട് കാഫിറാകുന്ന വിധി പാവങ്ങൾക്ക് മാത്രമായി പണ്ഡിതന്മാർ നീക്കിവെച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുബറിനെ എന്നല്ലോ ഭയപ്പെട്ടത്. അത് സമ്പന്നരുടെ കുബറിനെയാണ്. സമ്പത്ത് കുന്നുകൂടുമ്പോൾ ഉണ്ടാകുന്ന നന്ദികേടിന് അതിരില്ല. സമ്പത്തിന്റെ ആളുകളെ അത് അഹങ്കാരികളാക്കുന്നു. അവരുടെ പേരും പ്രശസ്തിയും നിലനിർത്താൻ ആ സമ്പത്ത് കൂത്തടിച്ചു അമ്പര ചുംബികളും അവരുടെ അഹങ്കാര ചിഹ്നങ്ങളായ ആർഭാട രീതിയിലുള്ള പടുകൂറ്റും ആരാധനാലയങ്ങളും അവരുടെ പൂർവികർക്കുള്ള സ്മാരകങ്ങളും വിനോദ കേന്ദ്രങ്ങളും പണിയുന്നു. സ്വാഭാവികമായും മറ്റൊരിടത്ത് ദാരിദ്ര്യം കുന്നുകൂടുകയും അത് കാരണമായി ഉണ്ടാവുന്ന യാതനകളും ഹേതുവായി അമർത്തുന്നു നുരഞ്ഞു പൊങ്ങുകയും ചെയ്യുന്നുണ്ടാവും. അവർ പുഴുക്കളെ പോലെ ആരാരും ശ്രദ്ധിക്കപ്പെടാതെ നരകിച്ചു മരിച്ചൊടുങ്ങുന്നു. എല്ലാ മനുഷ്യർക്കുമിടയിൽ നീതിപൂർവം വിതരണം ചെയ്യുന്നതിനായി അള്ളാഹു തിരഞ്ഞെടുത്ത ചില മനുഷ്യരുടെ കൈകളിൽ പരീക്ഷണമായും അമാനത്തായും നൽകിയ ധനം ഇങ്ങനെ അതിന്റെ അവകാശികൾക്കു നിഷേധിച്ചു കൂട്ടിവെക്കുന്നതും കൂത്തടിക്കുന്നതും ആകാശത്തിൽ നിന്നുള്ളവനെ കോപാകുലനാക്കുന്നു. അങ്ങനെ ഭൂമിയിലും ആകാശത്തും ധനികൻ ശപിക്കപ്പെട്ടവനായി മാറുന്നു. അവന്റെ ധൂർത്തും അഹങ്കാരവും കൂസലില്ലായ്മയും പൊങ്ങച്ച പ്രകടനവും അവനെ കൂടുതൽ കുബറിലേക്ക് നയിക്കുന്നു. ഇത്തരം ആളുകളുടെ കൈകളിൽ സമ്പത്ത് കുന്നുകൂടിയതിനെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടത്. അവരത് സംഹാര പ്രവർത്തനങ്ങൾക്കും പാവങ്ങളെ അടിച്ചമർത്തി അടിമകളാക്കി ചൂഷണം ചെയ്യാനും വരെ ഉപയോഗിച്ചെന്നും വരും. ലോകത്തെ ഏറ്റവും മികച്ച പണ്ഡിതന്മാർ വരെ പരമ പാമരന്മാരാകുന്നത് ഇവിടെയാണ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയില്ല എന്ന് അവിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ. അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളെ വിലമതിക്കേണ്ട വിധം അവർ വിലമതിച്ചില്ല എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഒറ്റ അർത്ഥം മാത്രമല്ല ഉള്ളത്. അവിടുത്തെ ചില വാക്കുകളുടെ അർത്ഥം അനന്തമാണ്. അള്ളാഹു അവന്റെ റസൂലിനെ അങ്ങനെ പറയാൻ പഠിപ്പിച്ചത് കൊണ്ടാണ് അവിടുന്ന് റസൂലായത്. അല്ലെങ്കിൽ റസൂലും ഇവരെ പോലെ വെറുമൊരു പണ്ഡിതനോ തത്വചിന്തകനോ ബുദ്ധിജീവിയോ വെറുമൊരു ജഡ്ജിയോ ഒരു രാജാവോ ആകുമായിരുന്നു. അങ്ങനെ കുറച്ചുകാലം അറിയപ്പെട്ട് ക്രമേണ കാലയവനികയിൽ മറയുമായിരുന്നു. അവിടുത്തെ വാക്കുകൾ അസാധാരണമാകുമായിരുന്നില്ല. അവ സർവകാല പ്രസക്തവും പ്രശസ്തവുമായി തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറുമായിരുന്നില്ല. ഖുർആൻ മാത്രമല്ല, ദീനുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഓരോ വാക്കുകളും അവിടുത്തെ മുഅ്ജിസത്തിന്റെയും നുബുവത്തിന്റെയും റിസാലത്തിന്റെയും ഭാഗമാണ്. അതുകൊണ്ടാണ് ഖുർആൻ മാത്രം അനുസരിച്ചാൽ മതി എന്ന് പറയാതെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാൻ അള്ളാഹു കൽപ്പിച്ചത്. അള്ളാഹുവിനും അവന്റെ റസൂലിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികൾ കൂട്ടമായി അള്ളാഹുവിന്റെ കാരുണ്യത്തെയും ഔദാര്യത്തെയും തേടുവീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ. ആരെങ്കിലും ഒരു തിന്മ ചെയ്തു അല്ലെങ്കിൽ ആത്മദ്രോഹം നടത്തി
തുടർന്ന് അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ചാൽ തീർച്ചയായും അള്ളാഹുവിനെ അങ്ങേയറ്റം പൊറുക്കുന്നവനും പരമകാരുണ്യകനുമായി അവൻ കാണും. സൂറത്തുൻ നിസാഇ 110. മനുഷ്യരെ, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യം തന്നെയാണ്. അതുകൊണ്ട് ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ കാര്യത്തിൽ മഹാവഞ്ചകൻ പിശാചി നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. സൂറത്ത് ഫാത്തിർ 5. സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിനും പരത്തിനും പരമാധികാരിയും ഏകനുമായ അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നവരും അവന്റെ റസൂലിന് അനുസരിക്കുന്നവരും അന്ത്യനാളിനെ ഭയപ്പെടുന്നവരും ദുനിയാവിന്റെ രസാനുഭൂതി കണ്ട് ആഖിറത്തിനെ മറന്നു പോകരുത്. ദുനിയാവിൽ പല പല നിമിഷങ്ങളിലായി പലരും നമ്മളിൽ നിന്ന് എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നതിനെ കാണുന്നില്ലേ? ദുനിയാവിന്റെ സമ്പത്തും പ്രതാപവും അധികാരവുമെല്ലാം ദുനിയാവിലെ താൽക്കാലിക അലങ്കാരവും നമുക്കൊരു പരീക്ഷണവുമല്ലേ? ദീനിന്റെ വീക്ഷണത്തിൽ ഓരോ ദിവസവും എന്തെല്ലാം നന്മ പ്രവർത്തിച്ചു എന്നും എത്ര സമയം അശ്രദ്ധയിൽ നഷ്ടപ്പെടുത്തി എന്നും ഓരോ വിശ്വാസിയും ആത്മവീക്ഷണം നടത്തണം. നഷ്ടപ്പെട്ട സമയത്തിന് വേണ്ടി അള്ളാഹുവിനോട് മാപ്പിന് അപേക്ഷിക്കുകയും വേണം. അപ്പോൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഓരോ സെക്കൻഡും സൃഷ്ടാവായ അള്ളാഹുവിനല്ലാതെ സൃഷ്ടികളായ നമുക്ക് അതിന്റെ മതിപ്പ് നിർണയിക്കാൻ സാധ്യമല്ല. രക്ഷിതാവായ അള്ളാഹുവിനോട് നമ്മുടെ ഇഹലോകത്തും പരലോകത്തും രക്ഷ നൽകണമേ എന്ന് എല്ലായ്പ്പോഴും യാചിക്കുക. ആത്മാർത്ഥതയോടെ അവനോട് യാചിക്കുന്നവരെ അള്ളാഹു നിരാശപ്പെടുത്തുകയില്ല തന്നെ. അള്ളാഹു നമ്മളിൽ ഓരോരുത്തർക്കും നിശ്ചയിച്ച അവധി വരിക തന്നെ ചെയ്യും. അവധി എത്തിയാൽ അവർ ഒരു സെക്കൻഡ് മുന്തുകയോ പിന്തുകയോ ഇല്ല. അതിനാൽ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും വീഴ്ചകൾക്കും ഉപേക്ഷകൾക്കും അല്ലാഹുവിനോട് മാപ്പിനും പാപമോചനത്തിനും യാചിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന വാക്യം എല്ലായ്പ്പോഴും കഴിവതും ഉച്ചരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നിലേക്ക് അടുക്കുന്നവർ ഞാൻ അവർക്ക് നിർബന്ധമാക്കിയ കർമ്മങ്ങൾ നിർവഹിക്കുക വഴി എന്നിലേക്ക് അടുക്കുന്നത് പോലെ മറ്റൊന്നുകൊണ്ടും അടുത്തിട്ടില്ല. എന്നാൽ എന്റെ അടിമ ഞാൻ അവന് ഏറ്റവും പ്രിയം വെക്കുന്നത് വരെ സുന്നത്തായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ അവനെ പ്രിയം വെച്ചാൽ അവന് കേൾക്കാൻ കഴിയുന്ന കാതും കാണാൻ കഴിയുന്ന കണ്ണും പിടിക്കാൻ പറ്റുന്ന കയ്യും നടക്കാൻ പറ്റുന്ന കാലും ഞാനാകും. എന്നാൽ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരും ഇഹലോകത്തിൽ തന്റെ അത്യാവശ്യത്തിനൊഴികെയുള്ളതെല്ലാം തനിക്കെതിരായി പരിഗണിക്കുന്നവരും മരണാന്തരം യാതൊരു സന്ദേഹത്തിനും ഇടയില്ലാത്ത നിലയിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകും. കാലം തന്നെ സത്യം, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യം കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും സഹനം കൊണ്ട് അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ. സൂറത്തുൽ അസ്ർ 1, 2, 3. അല്ലാഹുവുമായുള്ള മുഖാമുഖം ഭൗതിക പാരത്രിക ലോകത്തിലെ എല്ലാ ആനന്ദങ്ങളെക്കാളും കണ്ണിനും കരളിനും കുളിർമ നൽകുന്നതായിരിക്കും. ആനന്ദകരവും അനിർവചനീയവുമായ ആ ദീർഘാഴ്ചയ്ക്കു വേണ്ടി തയ്യാറെടുത്ത് കഴിയുന്നവർക്ക് മരണം അവാച്യമായ അനുഭൂതി നൽകുന്നതാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.